عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على رسوله الأمين محمد وعلى آله وأصحابه أجمعين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. വകീലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല നമുക്കേവർക്കും പരിപൂർണ മുസ്ലിംകളായി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. കുറെ കാലം പരസ്പരം തർക്കിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിച്ച് വിജയിച്ചു, അദ്ദേഹത്തെ പരാജയപ്പെടുത്തി എന്നിത്യാദിയുള്ള മനസ്സിന്റെ അവസ്ഥകളും അങ്ങനെ അങ്ങ് ജീവിച്ച് കാലം കഴിച്ച് പിന്നെ ഒന്നുമല്ല എന്ന ഒരു അവസ്ഥയല്ലല്ലോ സഹോദരന്മാരെ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുവാനും ആലോചിക്കുവാനും പടച്ചതമ്പുരാൻ വ്യക്തമായ അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ നിത്യേന എന്നോണം വെച്ചു തരുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരു സഹോദരൻ നമ്മെ വിട്ടുപോയി. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ സുഹൃത്തായിരുന്ന ജാബിർ കായക്കൊടി നമ്മെ പിരിഞ്ഞുപോയി. അവരൊക്കെ പോയി എങ്കിൽ അവരൊക്കെ കുടിച്ച ഒരു തടാകത്തിലെ വെള്ളം, അവരൊക്കെ സമീപിച്ച ആ തടാകം ഇന്നല്ലെങ്കിൽ നാളെ എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് അവസരത്തിലാണ് നമുക്ക് ആർക്കും പറയുക സാധ്യമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ആരെങ്കിലും പരാജയപ്പെടുത്താനോ ആരെങ്കിലും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ജയിച്ചു എന്ന് പറയുവാനോ അല്ല. നേരെ മറിച്ച് ആത്യന്തികമായ യഥാർത്ഥമായ ജീവിതത്തിലേക്കുള്ള നമ്മുടെ കാലെടുപ്പിന്റെ മുമ്പായിക്കൊണ്ട് ആ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾ രണ്ട് വിഭാഗമാക്കി തിരിക്കുമ്പോൾ ഫരീഖുൻ ഫിൽ ജന്നത്തി വ ഫരീഖുൻ ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലാണ്, മറ്റൊരു വിഭാഗം സ്വർഗത്തിലാണ്. വുജൂഹു യൗമൈദിൻ മുസ്ഫിറ ളാഹികത്തുൻ മുസ്തബ്ശിറ വവുജൂഹു യൗമൈദിൻ അലൈഹാ ഖബറാ തർഹഖുഹാ ഖതറ. ഒരു വിഭാഗത്തിന്റെ മുഖം പ്രസന്നമാണ്, സന്തോഷമാണ്, മറ്റൊരു വിഭാഗത്തിന്റെ മുഖങ്ങൾ പിടിപുരണ്ടതാണ്, അപകടം നിറഞ്ഞതാണ്. ആ നിലക്ക് പടച്ചതമ്പുരാൻ രണ്ട് വിഭാഗമായിക്കൊണ്ട് നാളെ പരലോകത്തിൽ വേർതിരിക്കുമ്പോൾ ഞാൻ ഏത് വിഭാഗത്തിലായിരിക്കണം? കറുക്കുന്ന മുഖങ്ങളുണ്ട്, വെളുക്കുന്ന മുഖങ്ങളുണ്ട്.
സന്തോഷിക്കുന്ന മുഖങ്ങളുണ്ട്, പ്രസന്നമാകുന്ന മുഖങ്ങളുണ്ട്, അതേ സ്ഥാനത്ത് പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന മുഖങ്ങളുണ്ട്. അങ്ങനെ ഒരു കോടതിയിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഞാൻ ഏതിലായിരിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിനും ആ ഒരു ചിന്തക്കുമുള്ള വേദിയാണ് യഥാർത്ഥത്തിൽ ഈ ലോകമെന്ന് പറയുന്നത്. അതിലേക്കുള്ള മാർഗം എന്താണ് എന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം മാത്രമാണ് നമ്മൾ ഇത്തരം പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകത്ത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് വിശദീകരിച്ച് ഈ ലോകത്തോട് യാത്രയായി. അതിനുശേഷം തന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾ ഹാജരില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് സ്വഹാബത്ത് ഏറ്റെടുത്തു, അവരുടെ പിൻതലമുറയായ താബിഈകൾ ഏറ്റെടുത്തു, അവർക്ക് ശേഷം വന്ന് തബഉ താബിഈ ഏറ്റെടുത്തു. അങ്ങനെ ഇഖ്ലാസുള്ള ഈമാനുള്ള ഇൽമുള്ള പണ്ഡിതന്മാരിലൂടെ സാത്വികരായ നേതാക്കന്മാരിലൂടെ ഒരു ആദർശം നമ്മിലേക്ക് കടന്നു വന്നു. ഈ നമ്മിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ നമ്മളോടുകൂടി അവസാനിക്കാനുള്ളതല്ല. മുൻകാലഘട്ടത്തിൽ സലഫി പണ്ഡിതന്മാരും മുൻഗാമികളായ നേതാക്കന്മാരും ഗ്രന്ഥങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ച് നമുക്ക് നൽകിയിട്ടുള്ള ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ നമ്മുടെ ഒരു കാലഘട്ടം വരുമ്പോൾ ഏതെങ്കിലും ചില ആളുകളുടെ താല്പര്യങ്ങളുടെ പേരിൽ അവസാനിപ്പിക്കുവാനോ നിർത്തിവെക്കാനോ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, പരലോകം നമ്മൾ അറിയണം, മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം, ഞാൻ ഏത് വഴിയിലൂടെയാണ് നീങ്ങേണ്ടത് എന്നുള്ള ബോധമുണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം പ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രണ്ടാമതായി, ഏതാണ് ശരിയായ റൂട്ട്, ഏതാണ് ശരിയായ വഴി? ഈ കേരളക്കരയിൽ പ്രത്യേകിച്ചും ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഒരുപാട് മതവിഭാഗങ്ങൾ, പലരും വിശുദ്ധ ഖുർആനിന്റെ പേര് പറഞ്ഞുകൊണ്ട്, പ്രവാചകന്റെ ഹദീസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായുകയും ഞങ്ങളെല്ലാവരും ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ ഏതാണ് ശരിയെന്ന്, ഏതാണ് നേരെയെന്ന്, ശരിക്കും നേരിനുമുള്ള മാനദണ്ഡം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത കൂടിയും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് ഉള്ളതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്തു വായിക്കുക. തൗഹീദ് അജയ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്, തൗഹീദ് ശക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കിന് വളമിട്ടുകൊണ്ടിരിക്കുന്ന, ശിർക്കിന്റെ പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകലമായ ശിർക്കുകളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വിദ്യാർത്ഥികളെയും ഊട്ടിയുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് യഥാർത്ഥ തൗഹീദ് എന്നും, എന്താണ് യഥാർത്ഥ സുന്നത്ത് എന്നും, എന്താണ് യഥാർത്ഥ ആദർശമെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത കൂടി നമ്മിലുണ്ട്. അതിന് ഇനി ചിലപ്പോൾ ചില നേതാക്കന്മാരെ കിട്ടിയില്ല എന്ന് വരാം, ചില ആളുകളെ കിട്ടിയില്ല എന്ന് വരാം. കാരണം അവർ വേറെ ചില പണികളിലാണ്, അവർ പലതും ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ ഒരു കഴിഞ്ഞ വർഷക്കാലം നമുക്കറിയാമല്ല സഹോദരന്മാരെ, നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം, ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കാർക്കും ഒരു കാര്യം തോന്നരുത്, എന്ത് ഞാൻ KNM ചീത്ത പറയുന്നു അല്ലെങ്കിൽ KJU ചീത്ത പറയുന്നു, ആരോപിക്കുന്നു, ആക്ഷേപിക്കുന്നു എന്നൊരാൾക്കും തോന്നിപ്പോകരുത്. നേരെ മറിച്ച് KNM-നകത്ത് KJU-നകത്ത് കയറിക്കൂടിയിട്ടുള്ള ഇഖ്ലാസ് കുറഞ്ഞ, തഖ്വ കുറഞ്ഞ, അല്ലെങ്കിൽ മനഹജില്ലാത്ത, മനഹജ് പഠിക്കാത്ത, സുന്നത്ത് പഠിക്കാത്ത, അതിനെക്കുറിച്ച് താല്പര്യമില്ലാത്ത, അത് ജനങ്ങൾ അറിയണമെന്ന ബോധമില്ലാത്ത ചില ആളുകളുടെ കുൽസിത ശ്രമങ്ങളുടെ ഫലമായിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിനകത്ത് ഇന്ന് പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ KNM-നെയെല്ലാം. KNM നമ്മുടെ സംഘടനയാണ്, അത് സംരക്ഷിക്കേണ്ടത്, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, KNM-നകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേതാക്കന്മാർ ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. കഴിഞ്ഞ ഒരു വർഷക്കാലം എന്താണ് നമ്മുടെ കേരളക്കരയിൽ നടന്നത്? ഒരു കാലഘട്ടത്തിൽ ആദർശത്തിന്റെ ധീര പോരാളികളായിക്കൊണ്ട് ഓരോ മുക്കുമൂലകളിലും എന്താണ് തൗഹീദ് എന്ന്, എന്താണ് സുന്നത്ത് എന്ന് വളരെ കൃത്യമായി പ്രാമാണികമായും സലഫുകളുടെ മനഹജുകൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഓരോ ഭാഗങ്ങളിലും ജനങ്ങൾക്ക് കൃത്യമായി ഇസ്ലാമിന്റെ ആദർശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരുന്ന നമ്മുടെ പണ്ഡിതന്മാരിൽ ചില ആളുകൾ ഈ ഒരു വർഷക്കാലമായി നടന്ന പണി എന്താ? പുറത്താക്കലുകളാണ്, ചോദ്യം ചെയ്യലുകളാണ്, നിരീക്ഷണങ്ങളാണ്, സസ്പെൻഷനുകളാണ്. ഇല്ലേ? ഇതിനാണ് ഒരു മതസംഘടന, ഇതിനാണ് ഒരു മതസംഘടന. സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു പീനൽ കോർട്ടിന്റെ ജോലി എന്ന് നിർവഹിക്കേണ്ടത് ആദർശം പഠിപ്പിക്കലാണ്. അതിനുള്ള ആളുകൾ വേറെയുണ്ട്, അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, അതവർ നടത്തട്ടെ. നമ്മൾ ആദർശത്തിന്റെ വക്താക്കളാണ് എങ്കിൽ, ആദർശം പഠിപ്പിക്കേണ്ടവരാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ജോലിയും അതുതന്നെയാണ് സഹോദരന്മാരെ. ഞാൻ ആ നിലക്ക് വിശദീകരിച്ചു പോകുന്നില്ല. എന്നും ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനോട് ആവശ്യപ്പെട്ട ഏതാനും ചില കാര്യങ്ങളിലേക്കും നിങ്ങൾ ശ്രദ്ധ ചെലുത്തി ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. നമ്മുടെ ആദർശം ജീവിതത്തിൽ ഏറ്റവും വലുത്
ഏറ്റവും വലുതായി നമ്മൾ കാണേണ്ടത് നമ്മുടെ ആദർശത്തെയാണ്. സമ്പത്തി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മറ്റുള്ള ഭൗതികപരമായ സുഖങ്ങളും സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത്, മുറുക്കി പിടിക്കേണ്ടത് നമ്മുടെ ആദർശത്തെയാണ്. അതിനെ മുറുകെ പിടിക്കണമെങ്കിൽ ആദ്യമായി വേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആദർശത്തിന്റെ മഹിമ നമ്മൾ അറിയണം, ആദർശത്തിന്റെ വില നമ്മൾ അറിയണം, അതിന്റെ പ്രാധാന്യം നമ്മൾ അറിയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിലെ അംഗങ്ങളായ നമ്മൾ ഇതിനു മുമ്പ് പല സമൂഹങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. മസലുക്കും വമസലു അഹ്ലിൽ കിതാബൈൻ കമസലി റജുലിൻ ഇസ്തഅജറ ഉജറാഅ ഫഖാല മൻ യഅമലു ലി മിൻ ഗുദവത്തിൻ ഇലാ നിസ്ഫിൻ നഹാർ. നമ്മുടെ ഉദാഹരണം, നമ്മൾ സ്വീകരിച്ച ആദർശത്തിന്റെ അതിന്റെ മഹിമയുടെ പ്രാധാന്യത്തിന് ഒരു ഉദാഹരണം പ്രവാചകൻ പറയുകയാണ്. നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെയും ഒരു ഉപമ പറയുന്നു. ഒരു വ്യക്തി കുറച്ച് ജോലിക്കാരെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ആര് ജോലി ചെയ്യും? അങ്ങനെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ഖീറാത്ത്, ഒരു മലയോളം പ്രതിഫലമുണ്ട്. ശേഷം ആ വ്യക്തി ചോദിച്ചു, ളുഹർ മുതൽ അസർ വരെ ആര് ജോലി ചെയ്യും? അവനും ഒരു ഖീറാത്ത് ജോലി, ഒരു പ്രതിഫലമുണ്ട്. അതൊരു ഉപമയിലൂടെ പ്രവാചകൻ പറയുകയാണ്. അങ്ങനെ രാവിലെ മുതൽ ഉച്ചവരെ ജോലിയെടുത്തല്ലോ അത് ജൂതന്മാർ, ഉച്ച മുതൽ അസർ വരെ പണിയെടുത്തല്ലോ അത് നസാറാക്കൾ, ക്രിസ്ത്യാനികൾ. ശേഷം പറയുന്നു, അസർ മുതൽ മഗ്രിബ് വരെ ആരാണ് ജോലി ചെയ്യാനുള്ളത്? അങ്ങനെ ജോലിയെടുത്താൽ ഫലഹു ഖിറാത്താൻ, അവന് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം വിശദീകരിക്കുകയാണ്. അതാണ് മുസ്ലിം ഉമ്മത്ത്. നമ്മൾ നിലകൊള്ളുന്ന ഈ ആദർശവും നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സമൂഹവും നമ്മുടെ പ്രാധാന്യമാണത്, നമ്മുടെ പ്രത്യേകതയാണത്. മുൻകഴിഞ്ഞ സമുദായം ഒരുപാട് നേരം പണിയെടുത്ത്, ഒരുപാട് നേരം ജോലിയെടുത്ത് വളരെ ചുരുങ്ങിയ പ്രതിഫലം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ നമ്മളുണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറയുന്നത് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് പ്രതിഫലം നേടാവുന്ന ആ ഒരു നിലക്കുള്ള ആദർശത്തിലാണ് ഈ മുസ്ലിം സമൂഹം നിലകൊള്ളുന്നത്. അവർ പരാതി പറഞ്ഞു, അല്ല ഇതെന്താണ് ഞങ്ങൾ ഒരുപാട് നേരം ജോലിയെടുത്ത് കുറച്ച് പ്രതിഫലം, ഇവിടെ കുറച്ചാളുകൾ കുറച്ച് ജോലിയെടുത്ത് ഒരുപാട് പ്രതിഫലം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഖാല ദാലിക ഫളി ഉതീഹി മൻ അശാ, അത് കാരുണ്യമാണ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത അനുഗ്രഹവും ഫളലുമാണത്. എന്താ? കുറച്ചു സമയം കൊണ്ട് ഒരുപാട് പ്രതിഫലം നേടാനുള്ള അവസരവും അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചു വന്നു. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ആദർശത്തിന്റെ വക്താക്കളാണ് നമ്മൾ. വയൗമുൽ ജുമുഅയെ സംബന്ധിച്ച്, വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് പ്രവാചകൻ വിശദീകരിച്ചു, അല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബലനാ, നമുക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് അതിന്റെ മഹത്വം അല്ലാഹു നൽകിയില്ല, അതവർക്ക് നഷ്ടപ്പെടുത്തി. ഫകാനൽ യഹൂദി യൗമുൽ സബ്ത് വലിൻ നസ്വാറ യൗമുൽ അഹദ്, ജൂതന്മാർക്ക് സബ്ബത്തിന്റെ നാളായിരുന്നു, നസ്വാറാക്കൾക്ക് ഞായറാഴ്ചയായിരുന്നു. ഫജഅല്ലാഹു ബിനാ, അങ്ങനെ അള്ളാഹു നമ്മളെയും കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു ദിവസം അവന്റെ ഭാഗത്ത് നിന്ന് കാരുണ്യമായി നൽകി. ഇതേ പ്രകാരം നമ്മൾ ഈ ലോകത്ത് അവസാനമായി വന്നവരാണെങ്കിലും നാളെ പരലോകത്ത് ആദ്യമായി വരുന്നവരായിരിക്കും. പറഞ്ഞു വരുന്ന സഹോദരന്മാരെ, ഹിദായത്താകുന്ന നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ ആദർശവും ഈ ഒരു ഇസ്ലാമിൻ്റെതായ പ്രാമാണികമായ ഒരു മേഖലയുണ്ടല്ലോ, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ഈ ആദർശം എന്താണെന്നറിയണം. ആ ആദർശം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുവാൻ പാടില്ല. അതെങ്ങാനും നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യന്റെ ഇഹലോകവും കഷ്ടമാണ്, അവന്റെ പരലോകവും കഷ്ടമാണ്. അതിന് നമ്മൾ വേണ്ടത് എന്താ? ആദ്യമായി വേണ്ടത് നമ്മുടെ ആദർശം എന്താണ് എന്ന് നമ്മൾ പഠിക്കുക, അതിനുള്ള അവസരങ്ങളും മേഖലകളും ഉണ്ടാക്കുക. എന്ന് ജനങ്ങൾ പ്രമാണങ്ങളെ കുറിച്ച് അറിയാതെ പോയോ, പ്രമാണങ്ങളിൽ പറയുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് പഠിക്കാതെ പോയോ, അന്ന് മുതൽ ഈ ലോകത്തിന് നാശമായിരിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഫമാ ഖറാബുൽ ആലമി ഇല്ലാ ബിൽ ജഹൽ വലാ ഇമാറതുഹു ഇല്ലാ ബിൽ ഇൽം വഇദാ ലഹറൽ ഇൽമു ഫീ ബലദിൻ ഔ മഹല്ലത്തിൻ ഖല്ല ശർറു ഫീ അഹ്ലിഹാ വഇദാ ഖഫിയൽ ഇൽമു ഹുനാക ലഹറ ശർറു വൽ ഫസാദ്. ലോകത്തിന്റെ നന്മ, ലോകത്തിന്റെ പുരോഗമനം, ലോകത്തിന്റെ വളർച്ച, ലോകത്തിന്റെ നേരായ നിലനിൽപ്പ് അത് ഇൽമു നേടുന്നതിലാണ്, അറിവ് നേടുന്നതിലാണ്. അതുകൊണ്ട് നമ്മുടെ ആദർശം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി അറിയണം, കൃത്യമായി പഠിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടം ഓരോ കൊല്ലവും മുന്നോട്ട് പോകുമ്പോൾ
അല്പാൽപമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈമാൻ ദുർബലപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദർശത്തിൽ നിന്നും ജനങ്ങൾ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആദർശം എന്താണ് എന്ന് പ്രാമാണികമായി ജനങ്ങളെ പഠിപ്പിക്കേണ്ട പണ്ഡിതന്മാർ പോലും നിശബ്ദത പാലിക്കുന്ന ദാരുണമായ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ അവസരമുണ്ടാക്കണം. എന്റെ ആദർശം നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ലൈസ ആമുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശർറു മിൻഹു. ഓരോ വർഷവും കടന്നു വരുമ്പോൾ ശേഷമുള്ളത് ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ലാ അഖൂലു ആമുൻ അംതർ മിൻ ആമിൻ എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അവസാനം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ദഹാബു ഉലമാഇകും വഖിയാരികും. നിങ്ങളുടെ ഉലമാക്കൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. ദീനിനോട് താല്പര്യമുള്ള, പ്രമാണങ്ങളോട് കൂറുള്ള, ആ പ്രമാണങ്ങൾ പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും അത് ചർച്ച ചെയ്യപ്പെടണമെന്നും ജനങ്ങൾ അറിയണമെന്നും താല്പര്യമുള്ള ഉലമാക്കൾ അവർ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. വഖിയാരികും. ഇൽമുള്ളവർ മാത്രമല്ല, ഖിയാറുകളും പോവും. തന്റെ കീഴിലുള്ള പ്രജകളോട്, തങ്ങളുടെ കീഴിലുള്ള ആളുകളോട് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ഒത്തൊരുമയോടെ, നന്മയറ്റത്തോടെ കൊണ്ടു നടത്തേണ്ടുന്ന ആളുകൾ, നന്മ മനസ്സിലുള്ള ആളുകൾ, അവരും പോകും. പിന്നെ ആരാ ഉണ്ടാകുക? പിന്നെ ചില ആളുകൾ ഉണ്ടാകും, അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് തങ്ങളുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന, തങ്ങളുടെ ചിന്തയിൽ ഉദിക്കുന്ന കാര്യങ്ങളെ ആദർശമായി കൊണ്ടു നടത്തുകയും അത് ജനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അത് സ്വീകരിക്കാൻ തയ്യാറാവാത്തവരെ അവൻ പിന്തിരിപ്പന്മാരാണ് എന്നും നവയാദാസികന്മാരാണ് എന്നും പറഞ്ഞുകൊണ്ട് പുറത്താക്കാനും ആ നിലക്ക് കളികളുമായി നടക്കുന്ന ആളുകൾ വരും. ഇസ്ലാം, അതിലൂടെ ഇസ്ലാം തകർക്കപ്പെടും. ആദർശം പോയാൽ, പ്രമാണം നീങ്ങിപ്പോയാൽ, പ്രമാണം സ്വീകരിക്കേണ്ട മനഹജ് പോയി കഴിഞ്ഞാൽ ഇസ്ലാം തകരും. വയുസ്ലം സ്വഹാബികളുടെ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അറിയുക പ്രമാണം എന്താണ് എന്ന്, പഠിക്കുക നമ്മൾ ആദർശം എന്താണ് എന്ന്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, യാ മഅശറൽ ഖുർആ, ഖുർആൻ പാരായണം ചെയ്യുന്ന പണ്ഡിതന്മാരെ, ഇസ്തഖീമു, നിങ്ങൾ നേരെ ചൊവ്വെ നിലക്കൊള്ളണം. നേരെ ചൊവ്വെ നിലക്കൊള്ളണം. അത് എപ്പോഴാ കഴിയുക? ഏതാണ് മുസ്തഖീമായ വഴി എന്ന് മനസ്സിലാക്കുമ്പോഴാ. അത് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളും അവസരങ്ങളും ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ നേരെ ചൊവ്വെ നിലക്കൊള്ളണം. ഫൈനിസ്തഖംതും, അങ്ങനെ പ്രാമാണികമായി നേരെ ചൊവ്വെ നിങ്ങൾ നിലക്കൊണ്ടാൽ ഫഖദ് സബഖതും സബ്ഖൻ ബഈദാ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും, ഇനിയും കുതിക്കുവാൻ സാധിക്കും. ഫൈനഖദതും യമീനൻ വശിമാല, അല്ല ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങൾ തെറ്റിപ്പോവുകയാണെങ്കിലും ഫഖദ് വലൽതും വലാലൻ ബഈദാ, നിങ്ങളെ പിഴക്കുക തന്നെ ചെയ്യും എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യം നമ്മൾ നമ്മുടെ ആദർശത്തിന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കുക, അതിന്റെ പ്രാധാന്യം, ഗൗരവം ഉൾക്കൊള്ളുക, എന്നിട്ട് അത് പഠിക്കുവാനുള്ള ശ്രമവും നടത്തുക. ശരി, ആദർശം എന്താണ്? അല്പം ചില കാര്യം എന്താണ് ആദർശം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഭാഗത്തിരിക്കുന്നു, ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നു, എന്നിട്ടത് രേഖപ്പെടുത്തുന്നു. ഇതാണോ ആദർശം? അല്ല. ചരിത്രത്തിൽ ചില ആളുകളൊക്കെ പിഴച്ചുപോയിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്നും പല ആളുകളും തെറ്റിപ്പോയിട്ടുണ്ട്. എന്തായിരുന്നു തെറ്റാനുള്ള കാരണം? അവർ പിഴച്ചവരാണ്, വഴിപിഴച്ച കക്ഷികളാണ് എന്നവരെ കുറിച്ച് ചരിത്രം ഓർക്കാനുള്ള കാരണം എന്താണ്? ചില അടിസ്ഥാനപരമായ വിഷയങ്ങളുണ്ട്. ആത്മാർത്ഥമായി നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുക. ആദർശം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ ആദ്യമായി പടച്ചുണ്ടാക്കേണ്ട ഒന്നല്ല. അങ്ങനെ ചില ആളുകൾ ചെയ്തതുകൊണ്ടാണ് അവർക്ക് പ്രമാണത്തെ മാറ്റിവെക്കേണ്ടി വന്നത്, ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കേണ്ടി വന്നത്, ഹദീസുകൾ അവഗണിക്കേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിരുന്ന് തങ്ങൾക്കിഷ്ടമുള്ള ആശയാദർശങ്ങൾ സ്വീകരിക്കുകയും തങ്ങൾക്കിഷ്ടമുള്ളത് ഉണ്ടാക്കുകയും എന്നിട്ട് ആ ആദർശങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രമാണങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രമാണം കാണാതെ വരികയും ചെയ്തപ്പോൾ ഉള്ള പ്രമാണങ്ങളെ നിഷേധിക്കേണ്ടി വന്നു, ദുർവ്യാഖ്യാനിക്കേണ്ടി വന്നു, ഹദീസിൽ വന്ന പരാമർശങ്ങളും തള്ളേണ്ടി വന്നു, അവഗണിക്കേണ്ടി വന്നു. അങ്ങനെയല്ല ആദർശം സ്വീകരിക്കേണ്ടത്. മറിച്ച് നമ്മൾ മാറ്റിവെക്കുക മനസ്സിൽ നിന്ന് എല്ലാ ചിന്തകളും, എല്ലാം ഒഴിവാക്കുക. എന്നിട്ട് മനസ്സിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചിട്ട് ഖുർആൻ തുറക്കുക,
ഹദീസ് തുറക്കുക, അതിൽ രണ്ടിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. ആ രണ്ടും എങ്ങനെയാണ് മുൻഗാമികളായ പണ്ഡിതന്മാര്, നമ്മുടെ സലഫുകളായ ആളുകൾ മനസ്സിലാക്കിയത് എന്ന് അന്വേഷിക്കുക. എന്നിട്ട് ഖുർആനിലൂടെ, ഹദീസിലൂടെ, സലഫിന്റെ മൻഹജിലൂടെ കിട്ടുന്ന വിഷയങ്ങളും പാഠ്യ വിഷയങ്ങളും എന്തോ അതിനെ നമ്മൾ സ്വീകരിക്കുക. അതാണ് ആദർശം. അങ്ങനെ സ്വീകരിച്ചവർ ലോകത്ത് പഴച്ചിട്ടില്ല. അവരാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, അവരാണ് ഹക്കിന്റെ ആളുകൾ, അവരാണ് ത്വായിഫത്തുൽ മൻസൂറാം, വിജയിക്കുന്ന കക്ഷി. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? ഈ ആദർശം സ്വീകരിക്കാൻ നമ്മൾ ഖുർആൻ പരിശോധിക്കുക, ഹദീസ് പരിശോധിക്കുക. അതാണല്ലോ നമ്മുടെ പ്രമാണങ്ങൾ. ഒന്ന് വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് പ്രവാചകന്റെ ഹദീസ്. രണ്ടിലും ഓർത്തിരിവ് പാടില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ ഖുർആൻ പ്രമാണമായി നമ്മൾ അംഗീകരിക്കുന്നു എങ്കിൽ അതേ സ്ഥാനം, അതേ പ്രാധാന്യം ഹദീസുകൾക്കും നമ്മൾ നൽകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ടു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വറസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അതേപോലെ തന്നെ പ്രവാചകനെയും അനുസരിക്കണം. അപ്പോൾ ഒന്നാമത്തെ പ്രമാണമായി നമ്മൾ സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പറയുകയുണ്ടായി, തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരു കാലത്തും വഴിപിഴക്കുകയില്ല. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പഠിപ്പിച്ചു, ഇന്നി താരികും ഫീകും മാ ലം തളില്ലു ഇനി അതസംതും ബിഹി കിതാബുല്ലാഹ്, ഇതാ ഒന്ന് ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോവുകയാണ്, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വഴിപിഴക്കുകയില്ല. അതേതാ? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ശരി, നമ്മളത് അംഗീകരിക്കുന്നു, ആർക്കും തർക്കമില്ല. പക്ഷേ അതിനുശേഷമുള്ള മറ്റൊന്നുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചകൻ ചെയ്തും പറഞ്ഞും അംഗീകരിച്ചും ജീവിച്ചും സമ്മതം കൊടുത്തും കാണിച്ചു തന്ന ആ പ്രവാചകന്റെ ജീവിതം, അതാകുന്നു ഹദീസുകളും. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പല ആളുകൾക്കും പ്രയാസം വരുന്നത്, പല ആളുകൾക്കും ക്ഷീണം വരുന്നത്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു താക്കീതുണ്ട്. എന്താണെന്നറിയാമോ? ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ നിങ്ങൾ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരരുത്. അതേതാം? സോഫയിൽ ചാരിയിരിക്കുന്ന ചില ആളുകൾ, അവർ വയറു നിറഞ്ഞവരാണ്, സുഖലോലുപന്മാരാണ്, സുഖമായി യാത്ര ചെയ്യാനുള്ള AC കാറുകളും സൗകര്യങ്ങളും ഉള്ളവരാണ്. തങ്ങളിരിക്കുന്ന റൂമിൽ AC-യും സൗകര്യവുമുണ്ട്. അങ്ങനെ സോഫയിൽ ചാരിയിരിക്കുന്നു. അവർ പറയും, വിശുദ്ധ ഖുർആനിലുള്ളത് ഞങ്ങൾ സ്വീകരിക്കും, അതിലുള്ള ഹലാലുകൾ ഞങ്ങൾ സ്വീകരിക്കും. ഹദീസ് എന്ന് കേൾക്കുമ്പോഴോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങൾ വരുമ്പോൾ അത് കൽപ്പനകളാകട്ടെ നിരോധനങ്ങളാകട്ടെ അതിനോട് അവഗണന കാണിക്കുന്ന ഒരു കാലഘട്ടം ഈ ലോകത്ത് വരാനുണ്ട്. പ്രവാചകന്റെ മുന്നറിയിപ്പ്, ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകരുത്, പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ സംഘടന എന്തു പറയുന്നു, സംഘടനയുടെ നേതാക്കന്മാർ എന്തു പറയുന്നു എന്ന് പ്രത്യേകമായി അന്വേഷിക്കുന്ന, ആ നിലക്ക് ചിന്തിക്കുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിലെ പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് സംഘടനയുമായി ഊട്ടപ്പെട്ടു എന്നുള്ള കാരണത്താൽ പ്രാമാണിക വിരുദ്ധമായ വല്ല കാര്യങ്ങളും ആരെങ്കിലും പറഞ്ഞാൽ അത് ഏത് വലിയവനാണെങ്കിലും ശരി, എത്ര വമ്പനാണെങ്കിലും ശരി, സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും നമ്മൾ ഒരിക്കലും ബാധ്യസ്ഥരല്ല എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കിക്കൊള്ളുക. ഹദീസുകൾ നമുക്ക് പ്രമാണം തന്നെയാണ്, ഹദീസുകൾ നമുക്ക് വലുതു തന്നെയാണ്. ഖുർആനിനെ പോലെ തന്നെ പ്രവാചകൻ നമ്മോട് പറഞ്ഞു, വമാ അതാകുമർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കണം. ആ പ്രവാചകൻ തടഞ്ഞതിനെ, നിരോധിച്ചതിനെ നിങ്ങൾ മാറ്റിവെക്കുകയും വേണം. വഇൻ തനാജാതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മതപരമായ കാര്യങ്ങളിൽ തർക്കങ്ങൾ വരുമ്പോൾ അതിനെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين. എനിക്ക് ശേഷം ആരെങ്കിലും ജീവിച്ചിരുന്നാൽ ഭിന്നതകൾ ഉണ്ടാകും. ഒരു ഭിന്നതയും ഉണ്ടാകുകയില്ല എന്നല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും. അത് വരുമ്പോൾ ഇനി ഞാൻ ഒന്നിലേക്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല, അല്ലെങ്കിൽ ആരാണോ നിനക്ക് വിസ തന്നത്, ആരാണോ ജോലി തന്നത്, അവന്റെ കൊട്ടേഷൻ പ്രാസംഗികനായി നടന്നോ, അങ്ങനെയുമെല്ലാം മറിച്ച് ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്തിന് മുറുകെ പിടിക്കണം, അതിന് സുന്നത്ത് പഠിക്കണം, സുന്നത്ത് മനസ്സിലാക്കണം, അതിനോടൊപ്പം നിൽക്കണം. ആര് ഏത് ഭാഗത്തും, ഇന്ന് എത്ര യൂണിറ്റ് എത്ര ആളുകളുണ്ട്, ഇന്ന പണ്ഡിതൻ ഏത് ഭാഗത്താ, അതൊന്ന് നോക്കിയിട്ടല്ല സഹോദരന്മാരെ ദീന് മനസ്സിലാക്കേണ്ടത്, ആദർശം പഠിക്കേണ്ടത്. കാരണം ഇന്ന് നിങ്ങൾ മരിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നീ KNM ആയിരുന്നോ, 2002
2002 പോയതാണോ, 2012 പോയതാണോ, അതോ 1940 പിരിഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ടതാണോ എന്ന നിലക്കല്ല അള്ളാഹുവിന്റെ ചോദ്യം. അവിടെ രണ്ട് കാര്യം. ഒന്ന്, കുറ്റവാളികളെ മാറി നിൽക്കൂ, അവരങ്ങോട്ട് മാറ്റി നിർത്തും, നല്ല ആളുകൾ വേറൊരു ഭാഗത്തും. അതിലെന്താണോ മാനദണ്ഡം അത് മാത്രം നമ്മൾ സ്വീകരിക്കുക. വ്യക്തികൾ നമുക്ക് വലുതല്ല, സംഘങ്ങൾ വലുതല്ല, സംഘടനകളും വലുതല്ല. അതിന്റെ അർത്ഥം നമ്മുടെ കേരള നേതൃത്വത്തിൽ മുജാഹിദ് എന്ന് പറയുന്ന സംഘടന വേണ്ട എന്നല്ല. അതിനെ നമ്മൾ നന്മയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന്റെ നേതാക്കന്മാർക്ക് നല്ല സലഫിയത്തിനോട് താല്പര്യമുണ്ടാകണം, ഹദീസുകളോട് താല്പര്യമുണ്ടാകണം എന്ന ആഗ്രഹവും താല്പര്യവും വേദനയുമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാണ്ട് ആരെയും ചീത്ത പറയുകയല്ല, ആരെയും വഴക്ക് പറയുകയല്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. അപ്പോൾ ആദർശം സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം ഈ വിശുദ്ധ ഖുർആനാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളാണ്. അതോടൊപ്പം അത് എങ്ങനെ മനസ്സിലാക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല, ഇവിടെ ചർച്ച നടന്നതാണ്. പക്ഷേ സാന്ദർഭികമായി വിഷയത്തിന്റെ പൂർത്തീകരണം നിലക്കും സൂചിപ്പിക്കുകയാണ്. ഖുർആനും ഹദീസും എന്റെ ബുദ്ധിയിൽ തോന്നുന്ന പോലെ എനിക്കെങ്ങനെ മനസ്സിലായോ അങ്ങനെ മനസ്സിലാക്കുക, അങ്ങനെ ഉൾക്കൊള്ളുക, തോന്നിയതുപോലെ നടക്കുക അല്ല. നേരെ മറിച്ച് ഒന്നാമത്തെ കാലഘട്ടം, ശേഷമുള്ള കാലഘട്ടം, പിന്നെയുള്ള കാലഘട്ടം, അങ്ങനെ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബികൾ, അവരെ കണ്ട താബിഊകൾ, അവർ എങ്ങനെ ദീന് പഠിച്ച് മനസ്സിലാക്കിയോ അവരുടെ ഒപ്പം നമ്മൾ നിൽക്കണം. അവർക്ക് ആ സലഫു സ്വാലിഹുകൾ എന്ന് പറയുക. അസ്വദുറുൽ അവ്വൽ അർറാസിഖൂന ഫിൽ ഇൽമി അൽമുഹ്തദൂന ബിഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിൽ അഗാധമായ പാണ്ഡിത്യമുള്ള, അറിവ് നേടിയ, പ്രവാചകന്റെ ചര്യയെ കൃത്യമായി പിൻപറ്റിയ, അൽ ഹാഫിദൂന ലിസുന്നത്തിഹി, പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ നടപ്പിലാക്കിയ, ഇഖ്താറഹുമുല്ലാഹു ലിസുഹബത്തി നബിയിഹി, തന്റെ പ്രവാചകന്റെ സഹവർത്തിത്വത്തിനു വേണ്ടി അല്ലാഹു സ്വീകരിച്ച തെരഞ്ഞെടുത്ത ആ ആളുകൾ, അവരുടെ മാർഗം ഏതാണോ അത് നമ്മൾ സ്വീകരിക്കണം. അവർ എങ്ങനെയാ ഖുർആനെ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെയാ ഹദീസിനെ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഭിന്നതകൾക്കും കക്ഷിത്വങ്ങൾക്കും മുമ്പ് സ്വഹാബത്ത് നിലക്കൊണ്ട സുരക്ഷിതമായ വിശ്വാസത്തിനും മൻഹജിലും നിലക്കൊള്ളുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ സലഫികളാ. ആ നിലക്ക് നമ്മൾ സലഫികളായി മാറണം. അല്ലാതെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഞാനും ഒരു സലഫിയാണ് എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് ഒരിക്കലും സലഫിയാവുകയില്ല. ആദർശത്തിൽ വേണം, പ്രമാണം സ്വീകരിക്കുന്നിടത്ത് വേണം, ദാവത്തിന് വേണം, സ്വഭാവത്തിന് വേണം, പെരുമാറ്റത്തിന് വേണം, എല്ലാ കാര്യങ്ങളിലും സലഫിയത്ത് സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് തന്നെ വരുന്ന പേരാ സലഫി എന്നുള്ളത്. അല്ലാണ്ട് പേരിന്റെ അവസാനം ചേർത്തുകൊണ്ട് മാത്രം ഒരാൾ സലഫിയാവുകയില്ല. അൽ ഇസ്ലാമുൽ മുസഫ മിൻ റവാസിബിൽ ഹവാറാത്തിൽ ഖദീമ വമൗറൂസാത്തിൽ ഫിറഖിൽ അദീദ. ചെളി പുരണ്ട ആദ്യ കാലഘട്ടത്തിലെ സംസ്കാരമുണ്ടല്ലോ, അതല്ല ഇസ്ലാം. പിൽക്കാലഘട്ടത്തിൽ വന്ന ഒരുപാട് വിഭിന്നങ്ങളായ മോശങ്ങളായ കക്ഷികളുണ്ടല്ലോ, അതുമല്ല ഇസ്ലാം. മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം ശുദ്ധമാക്കപ്പെട്ട പ്രാമാണികമായി കിതാബൻ വസുന്നതൻ ബിഫഹ്മി സലഫി സ്വാലിഹ്, ഖുർആനിലൂടെ ഹദീസിലൂടെ സലഫുകൾ എങ്ങനെ സംസാരിച്ചുവോ, അവരെങ്ങനെ പ്രവർത്തിച്ചുവോ, അവരെങ്ങനെ ഉൾക്കൊണ്ടുവോ അതേപോലെ പഠിപ്പിക്കപ്പെട്ട ആ ഒരു വസ്തുത, അതാണ് നമ്മുടെ ഇസ്ലാം, അതാണ് നമ്മുടെ ആദർശം. അത് നമ്മൾ സ്വീകരിക്കണം, അത് നമ്മൾ പിൻപറ്റണം, നമ്മൾ അതിന്റെ ആളുകളായി മാറണം. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അഖീദ സ്വീകരിക്കുന്നിടത്ത്, കർമ്മം സ്വീകരിക്കുന്നിടത്ത്, അതേപോലെ തന്നെ ഹദീസുകൾ സ്വീകരിക്കുന്നിടത്ത്, സഹോദരന്മാരെ വിശദീകരിക്കാൻ സമയമില്ല, നാം ഇങ്ങനെ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. അഖീദയുടെ മേഖല അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ, മലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ, ഗൈബിയായ ഏത് വിഷയമാകട്ടെ, അവിടെയെല്ലാം നമ്മൾ സലഫുകളുടെ മാർഗം സ്വീകരിക്കണം. അതെന്താ? അൽ അഖീദത്തു തൗഖീഫിയത്തുൻ ഫലാ തുസ്ബിതു ഇല്ലാ ബിദ്ദലീലി മിനശ് ശാരിഇ. അല്ലാഹുവിൽ നിന്നുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അഖീദയുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഒന്നും പറയുവാനും വിശ്വസിക്കുവാനും പാടില്ല. അത് അല്ലാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. അതേപോലെ തന്നെ വലിഹാദാ കാന മൻഹജു സലഫി സ്വാലിഹി വമൻ തബിഅഹും ഫീ തലഖിൽ അഖീദത്തി മഖ്സൂറൻ അലൽ കിതാബി വസുന്നah. അഖീദ സ്വീകരിക്കുന്നിടത്ത്, അഖീദ ഉൾക്കൊള്ളുന്നിടത്ത് സലഫു സ്വാലിഹുകളുടെ മാർഗം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മാത്രം മടങ്ങലായിരുന്നു. അവർ സമീപനം നമ്മൾ സ്വീകരിക്കുക. ആര് പറഞ്ഞു എന്നതല്ല പ്രശ്നം, ആ പറഞ്ഞവൻ എത്ര വലിയവനാണ് എന്നുള്ളതല്ല, മറിച്ച് ഖുർആനും സുന്നത്തും പറയുന്നതിലേക്ക് സ്വഹാബത്ത് മടങ്ങിയെങ്കിൽ ആ മടങ്ങുന്ന സമീപനം നമ്മൾ സ്വീകരിക്കുക. അഖീദയിൽ ലോകത്ത് വ്യതിയാനങ്ങൾ വന്നു, പല പ്രശ്നങ്ങൾ വന്നു.
അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾക്കെല്ലാമുള്ള അതിൽ നിന്നെല്ലാം മടങ്ങി യഥാർത്ഥ അഖീദ മനസ്സിലാക്കുവാനുള്ള പരിഹാര മാർഗം അർറുജൂഉ ഇലാ കിതാബില്ലാഹി അസ്സ വജല്ല വഇലാ സുന്നത്തി റസൂലില്ലാഹ് കമാ കാന സലഫു സ്വാലിഹു യസ്തമിദൂന അഖീദതഹും മിൻഹാ. വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും അത് രണ്ടും സ്വീകരിക്കുക, അതിലേക്ക് മടക്കുക, ഏതുപോലെ സലഫു സ്വാലിഹുകൾ ചെയ്ത പോലെ. അപ്പോ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശരിയായ വഴിയിൽ നമ്മൾക്ക് എത്തണമെങ്കിലും അവിടുത്തെ ആദർശം ശരിയാകണമെങ്കിൽ സലഫുകൾ സ്വീകരിച്ച മാർഗം നമ്മൾ സ്വീകരിക്കണം. അതേപോലെ തന്നെ ഹദീസിന്റെ വിഷയത്തിൽ വരുന്ന വലിയൊരു പ്രശ്നമാണ് ഖബറുൽ ആഹാദി എന്ന് പറയുന്നത്. ഖബർ ആഹാദ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒന്നോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ആളുകളോ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾക്ക് ഖബർ ആഹാദി എന്ന് പറയാം. അതിനപ്പുറമുള്ള മറ്റൊന്നാണ് മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്വഹാബിമാന്മാര് ഓരോ ഘട്ടങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് മുതവാത്തിർ എന്ന് പറയാം. സംഘടകരെന്ന് പറയട്ടെ, ലോകത്ത് ഹദീസുകളെ തകർക്കുവാനും ഹദീസുകളെ എതിർക്കുവാനും രംഗത്ത് വന്ന ആളുകളിൽ ഒരു ന്യായം കാണാൻ സാധിച്ചു പിൽക്കാലഘട്ടത്തിൽ. അതായത് പ്രവാചകനിൽ നിന്ന് ഒരാൾ ഉദ്ധരിച്ച ഖബറുൽ ആഹാദുകൾ സ്വീകരിക്കുവാൻ പാടില്ല, പ്രത്യേകിച്ചും അഖീദയുടെ വിഷയത്തിൽ എന്ന ഒരു സമീപനം ചരിത്രത്തിൽ വരികയുണ്ടായിട്ടുണ്ട്. അത് പ്രവാചകന്റെ ഹദീസുകളെ മാറ്റിവെക്കുവാനും അവഗണിക്കുവാനും തള്ളിക്കളയുവാനും കാരണമായി മാറി. ആ ഒരു സങ്കടകരമായ കാര്യം അല്ലെങ്കിൽ അപകടകരമായ ഒരു വസ്തുത നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്കും കടന്നു വന്നിട്ടുണ്ട്. തീർച്ചയാണ് ഇന്നും കേരള ജമിഅത്തുൽ ഉലമയിലുള്ള ചില ആളുകളിൽ ഈ വിശ്വാസമുണ്ട്. ഖബറുൽ ആഹാദായ ഹദീസുകളും അഖീദ സ്വീകരിക്കുന്നിടത്ത് പാടില്ല എന്നുള്ള നയവുമായി നടക്കുന്ന ആളുകൾ ഫത്വ ബോർഡ് സമിതിയിൽ പോലും ഉണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ, ഇതെല്ലാമാണ് പറയുന്ന സത്യങ്ങൾ, ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങൾ. പക്ഷേ അത് ജനങ്ങൾ അറിയാൻ പാടില്ല, അത് ജനങ്ങൾ മനസ്സിലാക്കുവാനും പാടില്ല. അതുകൊണ്ടാണ് ഹദീസ് ക്ലാസ് എന്നാ വേണ്ട, ഹദീസ് സെമിനാറാ എന്നാ വേണ്ട. അവിടെ അന്നാൾ പങ്കെടുക്കുന്നുണ്ടോ അദ്ദേഹത്തോട് പറയണം പോകണ്ട, പോയ അടുത്ത ആഴ്ച മുതൽ ഖുതുബ ഉണ്ടാവൂല. ഇതൊക്കെയാണോ സഹോദരന്മാരെ ഖുർആനും സുന്നത്തും പ്രമാണമായി കൊണ്ടു നടത്തുന്ന ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ചെയ്യേണ്ട കാര്യം? ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാനൊന്ന് സൂചിപ്പിച്ചു പോവുക. കാര്യങ്ങൾക്ക് നിങ്ങൾ വിലയിരുത്തുക, ആലോചിക്കുക. ഒരു കാലഘട്ടത്തിൽ അങ്ങാടിയിൽ മൈക്ക് കെട്ടി നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ജനങ്ങളെ, നിങ്ങൾ ഈ നാളെ ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ മുജാഹിദുകളാകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നേരെ മറിച്ച് ഞങ്ങൾ പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് പ്രാമാണികമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളിൽ ശരി തോന്നുന്നുവോ, ഞങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാകുന്നുവോ എങ്കിൽ നിങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞിരുന്ന നമ്മൾ ആ വിഷയത്തിൽ നിന്ന് മാറി പ്രമാണത്തിൽ നിന്ന് തെറ്റി ആര് പറയുന്നു എന്ന് നോക്കിയിട്ട് വേണം ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്താൻ എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് ഈ സംഘടനയുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ബഹുമാനായ കെ മന്നൂർ സാഹിബ്, ഞാൻ ആരോപണം ആക്ഷേപം പറയുകയല്ല, വിചിന്തനത്തിലൂടെ ലേഖനം എഴുതി. എന്താ അതിലെ ഒരു പ്രശ്നം, ഒരു വിഷയം? അദ്ദേഹം പറയാണ്, നിങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടാൽ, ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലായാൽ നമ്മുടെ സംഘടന എന്തു പറയുന്നു എന്ന് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ജനങ്ങളോട് പറയാൻ. അതിനുവേണ്ടി പ്രസംഗിക്കരുത്. ഇതിന്റെ പേരല്ലേ ഖുറാഫിത്തരം? ഇതിന്റെ പേരാ ഖുറാഫിത്തരം. ഖുറാഫി കുട്ടിയുടെ കഥ എഴുതി പ്രായപൂർത്തിയായി വലുതായിട്ട് ഖുറാഫിത്തരം വിട്ടിട്ടില്ല എന്നാ മനസ്സിലാകുന്നത്. സമസ്തക്കാരായ പണ്ഡിതന്മാർ ഇതിലെ കടന്നു വന്നു. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ പഠിച്ച ഖുർആൻ, ഞങ്ങൾ പഠിച്ച ഹദീസ്, ഞങ്ങൾ പഠിച്ച ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ തുറന്നു പറയാൻ ഞങ്ങളുടെ പള്ളികളിൽ വേദിയില്ല, ഞങ്ങൾക്ക് അവസരമില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ ഹക്ക് തുറന്നു പറയാമല്ലോ, വെട്ടിത്തുറന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് പല ആളുകളും കടന്നു വന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ നമ്മൾ ഖുറാഫിൽ കണ്ടിട്ട് പോകരുത് എന്നാ പറയുന്നത്. അല്ലാതെ ഞങ്ങൾ പിന്തിരിപ്പന്മാരല്ല, പിറകോട്ട് പിടിച്ചു വലിക്കുന്നവരല്ല, നമ്മൾ യാഥാസ്ഥികന്മാരല്ല. നമ്മൾക്കിടയിലുള്ള ചില വൈറസുകളും ബാക്ടീരിയകളും ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. അത് നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം. കാരണം ആദർശം കൈവിട്ടു പോകുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിച്ചേരുവാൻ പാടില്ല. പറഞ്ഞു വരുന്നതും ഖബറുൽ ആഹാദിനെ നിഷേധിച്ചത് മുൻകാലഘട്ടത്തിലെ ആളുകളാണ്. പല ആളുകളുമുണ്ട്. അതിലേക്ക് പിന്നീട് ചേകനൂരും എത്തുകയുണ്ടായി. നമ്മുടെ സംഘടനക്കകത്ത് ഇന്നും അങ്ങനത്തെ ചില ആളുകൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള, നമ്മൾ അദ്ദേഹത്തെ വലിയൊരു ദൈവമായി കാണുകയല്ല, അദ്ദേഹം ആശുമാനി എന്നുമല്ല, തെറ്റാർക്കും സംഭവിക്കാം.
പക്ഷേ അങ്ങനെയുള്ള ആധുനിക മുഹദ്ദിസുകളെ തള്ളിപ്പറയുന്ന പുച്ഛിക്കുന്ന നേതാക്കന്മാർ ഇന്ന് ഫത്വ ബോർഡിനകത്ത് കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ ഈ സംഘടനക്കകത്തുണ്ട്, ജീവിച്ചിരിപ്പുള്ള ആളുകളുണ്ട്. അതാണ് അപകടം. അങ്ങനത്തെ ആളുകൾ വന്നെന്താ പ്രശ്നം? അപ്പോ ഹദീസുകളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അത് ജനങ്ങളിലേക്ക് എത്തുന്നതിനും അറിയുന്നതിനും അവർക്ക് പ്രയാസമുണ്ടാകും. എല്ലാ നിലക്കും തടയിടുവാനുള്ള ശ്രമങ്ങളും നടത്തും. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, ഹദീസുകൾ അത് സ്വീകരിക്കുക, പഠിക്കുക, അത് പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാക്കുക. ഖബറുൽ ആഹദ് ആകട്ടെ മുതവാത്തിറാകട്ടെ സ്വീകരിക്കുന്ന വിഷയത്തിൽ രണ്ടും സ്വീകാര്യോഗ്യമായ കാര്യങ്ങളാണ്. അതിന്റെ വിശദമായ മേഖലകളും സംസാരിക്കേണ്ട ഒരു അവസരം അല്ല ഇത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്ത് നീങ്ങുന്നില്ല. മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഇന്ന ജമാഅത്ത് അഹ്ലിൽ അസരി വൽ ഫിഖ്ഹി കുല്ലുഹും യദീനുല്ലാഹ അസ്സ വജല്ല ബിഖബറിൽ വാഹിദി അൽ ആദിലി ഫിൽ ഇഅ്തിഖാദാതി. അഖീദന്റെ വിഷയത്തിൽ ഖബർ വാഹിദ് സ്വീകരിക്കാമെന്ന കാര്യത്തിൽ മുൻഗാമികളായ ഹദീസ് പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുള്ളതാണ്. അത് ആഹാദായ ഹദീസിലൂടെ വന്നിട്ടുള്ള പരാമർശങ്ങൾ യജ്അലുഹാ ശർഅൻ വദീന ഫീ മുഅതഖദിഹി വഅലാ ദാലിക ജമാഅത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ. അഖീദയുടെ കാര്യത്തിലും കർമ്മ വിഷയങ്ങളിലുമൊക്കെ ഈ ഖബറുൽ ആഹാദ് പ്രമാണമായി സ്വീകരിക്കാവുന്നതാണ് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുക. അതേപോലെ തന്നെ ഹദീസിന്റെ വിഷയത്തിൽ ഇന്ന് ചില ആളുകൾക്ക് ബാധിച്ചിട്ടുള്ള ഒരു രോഗമാണ് സഹോദരന്മാരെ, ഹദീസിൽ വരുന്ന പരാമർശങ്ങളെ തങ്ങളുടെ ബുദ്ധിയുമായി തട്ടിച്ചു നോക്കുക. ഇതിന് ആ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ അംഗീകരിക്കുക, അല്ലെങ്കിലോ അതിനെ തള്ളിക്കളയുക, അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുക, അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കുക. എന്തിനേറെ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം കേട്ട വാക്ക ബുഖാരി തോട്ടിലേക്ക് എറിയണം. ഇതാര് പറഞ്ഞല്ല, ഒരു ചേകനൂരി പറഞ്ഞതല്ല, അല്ലെങ്കിൽ CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള യുക്തിവാദികൾപ്പെട്ട ആളുകൾ പറഞ്ഞതെല്ലാം ഈ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പുസ്തക പ്രസിദ്ധീകരണ വിഭാഗം അവിടുന്നാണല്ലേ 100 വരേണ്ടത്, അവിടുന്ന് പിന്നെ പ്രകാശം വരേണ്ടത്. ഇതുപോലെ അന്നൽ മസാജിദില്ല, പള്ളികൾ അള്ളാന്റേതാണ്, ഫലാ തദഊ മഅല്ലാഹി അഹദൻ, അവിടെ ശിർക്ക് വരാൻ പാടില്ല. കാരണം അവിടെ ശിർക്ക് വന്നാൽ അവിടെ നിന്നാണ് വിതരണം, എല്ലായിടത്തും ശിർക്ക് എത്തും എന്നതുപോലെ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പുസ്തക പ്രസിദ്ധീകരണ വിഭാഗം അവിടുന്ന് 100 വരേണ്ടത്, അവിടുന്ന് പ്രകാശം വരേണ്ടത്. അത് കൈകാര്യം ചെയ്യുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ ബുഖാരി തോട്ടിലേക്ക് എറിയണമെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ദയനീയകരമായ സങ്കടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹദീസിൽ വരുന്ന പരാമർശങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി നമ്മളത് സ്വീകരിക്കണം. മുൻഗാമികളായ ഞാൻ പറഞ്ഞ മുഅ്തസിലിയാക്കള് ഖവാരിജികള് അവരൊക്കെ പിഴക്കാനും നശിക്കാനുമുള്ള കാരണം എന്താ? പല കാരണങ്ങളിൽ. ഒന്ന്, ഹദീസുകൾ സ്വീകരിക്കുമ്പോൾ അവിടെ നഖലിനേക്കാൾ അല്ലെങ്കിൽ തങ്ങളുടെ ബുദ്ധിക്ക് അവർ അഖലിന് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഇന്നൽ ഖവാരിജ യറൗന ഖുദ്റത്തൽ അഖലി അലാ ഇദ്റാക്കിൽ മഅരിഫ. ദീന് മനസ്സിലാക്കുന്നിടത്ത്, ഇസ്ലാമിക വിജ്ഞാനം നേടുന്നിടത്ത് അഖലിന് പ്രാധാന്യമുണ്ട് എന്നവർ മനസ്സിലാക്കി അഖലിന് അവർ മുൻഗണന നൽകുന്നു. ഖദ്ദമുൽ അഖല ഫീ കസീരിൻ മിനൽ ഖളായ മുദ്ദഈന അന്നഹു യസ്തതിഉ അൻ യസ്ല ഇലാ മഅരിഫത്തിൽ അശ്യാഇൽ ഹസന വൽ അശ്യാഇൽ ഖബീഹ ബിനഫ്സിഹി വഅന്നൽ അദ്ല മാ യഖ്തലിഹിൽ അഖ്ലു വഹുവ മദ്ഹബുൽ മുഅ്തസില. അഖൽ എന്ത് പറയുന്നു അത് പ്രമാണം, അഖൽ എന്ത് പറയുന്നു അത് ആദർശം, ബുദ്ധി എന്ത് പറയുന്നു അത് ദീന്. അത് ബുദ്ധി നല്ലതായി കണ്ടാൽ നല്ലത്, ബുദ്ധിക്ക് മോശമായി തോന്നിയാലോ മോശം, അന്ധവിശ്വാസം, പൊട്ടത്തരം എന്നൊക്കെ പറയുന്ന സ്വഭാവം ഇത് മുഅ്തസിലിയത്തിൻ്റെതാണ്. അതാണ് കടന്നു വരുന്നത്. രോഗം അവിടെയാണ്. ലോകത്തിന്റെ ആ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പേരോട് ഉസ്താദ് പറയാറുണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിച്ച് അതിനെ കളിയാക്കി പറയാറുണ്ട്. എവിടുന്ന് വന്നതാ? മുഅ്തസിലിയാക്കളിൽ നിന്ന്. ഇന്ന് മുഅ്തസില എന്നുള്ള പേരിൽ ആരും ഇല്ല. പക്ഷേ അവർ ഇവിടെ വിട്ടേച്ചു പോയ പല ആദർശങ്ങളും ഇന്ന് പലരും കൊണ്ടു നടത്തുന്നുണ്ട്. ഓരോരുത്തരും കുറേശ്ശെ ഏറ്റെടുത്തു മാത്രം. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഖബർ നിഷേധിച്ചത്, മസീഹ് ദജ്ജാൽ നിഷേധിച്ചത്, പരലോകത്തുള്ള സിറാത്തിനെ നിഷേധിച്ചത്. അങ്ങനെ പല യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കാൻ കാരണം നഖലിനേക്കാൾ പ്രാധാന്യം, പ്രമാണത്തെക്കാൾ പ്രാധാന്യം അഖലിന് അവർ കൊടുത്തു എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? ശൈഖ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വയജിബു അൻ യഅതഖിദ കുല്ലു മുസ്ലിമിൻ അല്ലാ ഹുസ്ന വലാ ഖുബ്ഹ വലാ അഖല ഫീ മുഖാബലത്തി ശറഅ. മതത്തിന്റെ മുമ്പിൽ, പ്രമാണത്തിന്റെ മുമ്പിൽ നന്മയോ തിന്മയോ സ്വീകരിക്കാൻ നമ്മുടെ ബുദ്ധി അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല. ഫൈദാ സഹൻ നഫ്സു അലില്ലാഹി തആല ഔ عن رسوله صلى الله عليه وسلم وجب التسليم له دون معارضته بأي نوع من المعارضة.
എതിർപ്പിന്റെ ഒരു ഭാഗവും ഇല്ലാതെ പരിപൂർണമായിക്കൊണ്ട് നഫ്സിനോട് ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അത് അംഗീകരിക്കൽ നമുക്ക് ബാധ്യതയാണ്, നിർബന്ധമാണ്. അഖ്ല് വെച്ചിട്ട് പ്രമാണത്താരെങ്കിലും മാറ്റിവെച്ചാൽ അത് നാശത്തിലേക്കുള്ള പോക്കാണ് എന്ന് മുൻഗാമികൾ പറയുന്നുണ്ട്. അപ്പോൾ ഹദീസിലൊരു വിഷയം വരുമ്പോ നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാ? സ്വഹാബികൾ സ്വീകരിച്ച പോലെ ആലോചിച്ച് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ലേ, ഈ കാലത്ത് പറ്റോ ഇല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് കൊണ്ടല്ല. ഒന്നുകൊണ്ട് ഉദാഹരണം മാത്രം സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഉം മിഅ്റാജുമായി ബന്ധപ്പെട്ട സംഭവം ഏതൊരു കേവല ബുദ്ധിക്കും പ്രത്യക്ഷത്തിൽ ആലോചിച്ചാൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരു മുഅ്ജിസത്തായി അള്ളാഹു പ്രവാചകനോട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് മക്കത്ത് വന്ന് അബൂജഹലിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ മിഅ്റാജ് പോയി, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, പലസ്തീൻ വരെ പോയി, തിരിച്ചു വന്നു, ഏഴാകാശങ്ങൾക്ക് അപ്പുറം പോയി അള്ളാഹുമായി സംസാരിച്ച് തിരിച്ചു വന്നു. അബൂജഹൽ പറഞ്ഞത് എന്താ? ഇത്രയും കാലം മുഹമ്മദിന് ഭ്രാന്താന്ന് ഞങ്ങള് സംശയമായിരുന്നു, ഇപ്പൊ ഉറപ്പായി. അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കറെ കണ്ടോ, മുഹമ്മദിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല, ഇപ്പൊ മുഹമ്മദ് പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ അബൂബക്കറിനോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അബൂബക്കർ പറഞ്ഞു, അഖാലഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ, എങ്കിൽ ഞാൻ ഇതാ വിശ്വസിക്കുന്നു. അബൂജഹൽ വിശ്വസിച്ചില്ല. എന്താ പറഞ്ഞത്? അത് അംഗീകരിക്കാൻ കൊള്ളില്ല. അവരവന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബുദ്ധി കൊണ്ടല്ല ചിന്തിച്ചത്, മറിച്ച് അത് പ്രവാചകൻ പറഞ്ഞു, പ്രവാചകന്റെ നാവിലൂടെ വന്നു. അതുകൊണ്ട് അബൂജഹലിന്റെ മാർഗം സ്വീകരിക്കണോ, അബൂബക്കറിന്റെ മാർഗം സ്വീകരിക്കണോ? നമ്മൾ ആലോചിക്കുക, വിലയിരുത്തുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഹദീസിൽ വരുന്ന ഏത് വിഷയമാണെങ്കിലും, ഇപ്പോ കാബ തവാഫ് ചെയ്യുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഹജർ അസ്വദിന് സമീപത്ത് പോയിട്ട് പറഞ്ഞു, ഇന്നി അഅലമു അന്നക ഹജർ ലാ തദുർ വലാ തൻഫ, ഒരു ഉപകാരവും ഉപദ്രവം ചെയ്യാത്ത ഒരു കല്ല് മാത്രമാണ് നീ എന്ന് എനിക്കറിയാം. പക്ഷേ നിന്നെ ഞാൻ ചുംബിക്കാനുള്ള കാരണം എന്താ? വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, എന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് മാത്രം ചുംബിക്കുക. അതാണ് മൻഹജ് എന്ന് പറഞ്ഞാൽ. അതാ സലഫിന്റെ മാർഗം. പ്രവാചകൻ ചുംബിക്കുന്നത് കണ്ടു, പിന്നെ അപ്പുറത്തേക്ക് ചോദ്യമില്ല, അപ്പുറത്തേക്ക് ചിന്തയില്ല. ഈ ഒരു സമീപനം സഹോദരന്മാരും ഹദീസിന്റെ കാര്യത്തിൽ നമുക്ക് വേണം. ഇവിടെ ഖുർആൻ നോക്കി, നിങ്ങൾ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമ്മുടെ ബുദ്ധിക്ക് എതിരായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ അംഗീകരിക്കുന്നില്ലേ? ഉണ്ടല്ലോ. ആ വിശ്വാസത്തിന്റെ മാനദണ്ഡം ഹദീസിന്റെ കാര്യത്തിലും വേണം. ഇപ്പൊ ഖുർആനിൽ കാണാം, പിന്നെ നരകത്തിൽ മരം മുളച്ചു വരുന്നു എന്നാ. സഖൂം എന്ന വൃക്ഷത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, നരകത്തിന്റെ അടിയിൽ നിന്ന് മുളക്കുന്ന മരമാണ്. ഇതെന്നാണ് ഹദീസിലാണെങ്കിൽ എന്തൊക്കെ പുലിവാല ഉണ്ടാവുക? അതിന് മറുപടി പറഞ്ഞ് നമ്മൾ നടക്കേണ്ടി വരും. മറ്റേ ഒരു മൗലിദിലുണ്ടല്ലോ, തീയിൽ മരം നട്ട് തീയും വളം വെച്ച് അക്കാലി എല്ലാവർക്കും തിന്നാൻ കൊടുത്തവർ എന്ന മൗലിദിന്റെ വരിയും കൂടി ഓതിയിട്ട് നമ്മളെ വിമർശിക്കാനും ആരോപിക്കാനും ആളുകൾ ഉണ്ടാവും. ഇത് ഹദീസിലായിരുന്നു വന്നത് എങ്കിൽ ഖുർആനിലായി പോയി അള്ളാഹു കാത്തു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം ഖുർആനാണ് വിശദീകരിച്ചത്. അതെങ്ങാനും ഹദീസിലാണെങ്കിൽ അതിനുകൂടി മറുപടി പറയേണ്ട ദുരവസ്ഥ വരുമായിരുന്നു. അപ്പോ ബുദ്ധി കൊടുത്തുകൊണ്ടല്ല, നമ്മുടെ യുക്തി നോക്കിക്കൊണ്ടല്ല ഹദീസിനെ സ്വീകരിക്കേണ്ടത്, മറിച്ചും സഹാബത്ത് സ്വീകരിച്ച പോലെ അംഗീകരിച്ച പോലെ സ്വീകരിക്കുക. സഹോദരന്മാരെ, ലോകത്ത് ഹദീസ് നിഷേധത്തിന്റെ സമീപനം കടന്നു വന്നു. ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. എങ്ങനെയാ കടന്നു വന്നത്? മുഅ്തസിലാക്കളിലൂടെയും ഷിയാക്കളിലൂടെയും അതേപോലെ പിന്നെ ഖദരിയാക്കളിലൂടെയും പല ആളുകളിലൂടെയും. പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം വിശദീകരിക്കാൻ സമയമില്ല. ഷിയാക്കൾ പറഞ്ഞത് പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത്, ആ സഹാബികളെ കുറിച്ച് വളരെ മോശമായ ധാരണ ഷിയാക്കൾക്കുണ്ട്. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചും അബൂ ഹുറൈറയെ കുറിച്ചും. അതുകൊണ്ട് അവർ ഉദ്ധരിച്ച ഹദീസുകളൊന്നും സ്വീകരിച്ചില്ല. പിന്നെ മുഅ്തസിലാക്കളോ അവരവർക്ക് ബുദ്ധിക്ക് ശരിയാകാത്തൊക്കെ മാറ്റിവെച്ചു. ഖവാരിജികളോ ആ ഖവാരിജികളെ അവരംഗീകരിക്കാത്ത ആരെല്ലാമുണ്ടോ അവരൊക്കെ കാഫിറുകളായി ചിത്രീകരിച്ചു. അവൻ സഹാബിയാണെങ്കിലും ശരി, താബിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, മുആവിയ അംഗീകരിക്കുന്ന, അലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ കാഫിറുകളായിട്ട് ഖവാരിജികളും മുദ്രകുത്തി. അപ്പൊ പിന്നെ അവരെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ പല കാരണത്താലും ലോകത്ത് ഹദീസ് നിഷേധത്തിന്റെ പ്രവണത കടന്നു വരികയുണ്ടായി. പിന്നെ അതിനൊക്കെ ശേഷം നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ചില ആളുകൾ ഹദീസ് നിഷേധവുമായി കടന്നു വന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് സയ്യിദ് അഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകൾ. ഇന്ത്യ രാജ്യത്ത് ഹദീസ് നിഷേധം കൊണ്ടുവന്നതാ.
സയ്യിദ് അഹമ്മദ് ഖാൻ അവർ നിഷേധിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസുകളാണ്. അവരുടെ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഹദീസ് നിഷേധം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന ഹദീസിനെ നിഷേധിച്ചിരിക്കുന്നു എന്ന് ഒരാൾ എഴുതി ഒപ്പിട്ട് തരലല്ല. ബുഖാരിയിലെ മുസ്ലിമ ഇത്ര നമ്പർ ഹദീസിനെ ഞാൻ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിടലല്ല, മറിച്ച് ഹദീസുകളോട് ഒരു തരം നിഷേധാത്മക നയം, അത് എങ്ങനെയാണെങ്കിലും ശരി, സ്വീകരിക്കാൻ പ്രയാസം, മനസ്സിലാക്കാൻ പ്രയാസം, പഠിപ്പിക്കാൻ ഇഷ്ടമില്ലായ്മ, ജീവിതത്തിൽ കൊണ്ടുവരാൻ താല്പര്യമില്ലായ്മ, അതൊക്കെ ഹദീസ് നിഷേധത്തിന്റെ ഭാഗമാണ്. സയ്യിദ് അഹമ്മദ് ഖാൻ മാത്രമല്ല, മൗലാന അബുൽ അല മൗദൂദി, അദ്ദേഹം പണ്ഡിതനായിരുന്നു, ഒന്നും നിഷേധിക്കുന്നൊന്നുമില്ല, ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ഹദീസിന്റെ വിഷയത്തിൽ ചില അപകടങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ദജ്ജാലുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളുടെ പരമ്പരകളും ഉദ്ധരണികളും കൊടുത്ത ശേഷം അദ്ദേഹം പറയുകയാണ്, അന്നൽ മസീഹ ദജ്ജാല വഗൈറഹു മിനൽ അസാതീരി അല്ലതി ലൈസത് ലഹാ അയ്യു ഹൈഫിയത്തുൻ ശർഇയ്യ. ദജ്ജാലുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ മിനൽ അസാതീർ, അത് കെട്ടുകഥകളാണ്, കള്ളക്കഥകളാണ്. അത് ആ ജമാഅത്തുകാരന്റെ മാധ്യമം അതിന്റെ സ്പെഷ്യൽ പതിപ്പൊക്കെ വരുമ്പോൾ അതിന് കള്ളക്കഥകൾ, പൊട്ടക്കഥകൾ എന്നൊക്കെ ബുഖാരി ഉദ്ധരിക്കുന്ന ചില ഹദീസുകളെ കുറിച്ച് പറയാറുള്ളത്. ആ രോഗം കടന്നു വന്നതാ. ഇനി ആ രോഗം അവിടെ കൊണ്ട് അവസാനിച്ചോ? ഇല്ല. അവർ ചില വിഷയങ്ങളെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുകയുണ്ടായി. സഹോദരന്മാരെ, അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്തത് എന്നല്ല, നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്നല്ല, മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഒരു വിഷയമെങ്കിൽ അതാണ് അന്ധവിശ്വാസമായി വരുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഏത് കാര്യമാണെങ്കിലും ശരി, ഹദീസിന് ഉണ്ട് എങ്കിലും അത് പ്രമാണമായി തന്നെ സ്വീകരിക്കണം. പക്ഷേ ആധുനിക കാലഘട്ടം നമ്മുടെ ഈ പ്രസ്ഥാനത്തിനകത്ത് പോലും ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ, യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ കണ്ടോ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നു, പിറകോട്ട് വലിക്കുന്നു എന്ന് നമ്മുടെ സംഘടനാ നേതാക്കന്മാർ, ചെറിയവരല്ല വലിയ വലിയ ആളുകൾ പോലും പറയുമ്പോൾ അതിലൊക്കെ വേദനയുണ്ട്. ശരിയാണ്, നമ്മൾ പിറകോട്ട് വലിക്കുക. പക്ഷേ 20 കൊല്ലം പിറകോട്ടല്ല, 30 കൊല്ലം പിറകോട്ടല്ല, 1400 വർഷം പിറകോട്ട് നമ്മൾ പിടിച്ചു വലിക്കുന്നു. ഒരു സംശയമില്ല, അതിലേക്ക് വലിക്കുക തന്നെ ചെയ്യും ആയുസ്സുള്ളിടത്തോളം കാലം. ഹദീസിൽ വരുന്ന പരാമർശങ്ങളെ അത് കൃത്യമായി ജനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അന്ധവിശ്വാസമാണെന്ന് പറയുക. എന്നിട്ടോ അതിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്നത് ഒരുപാട് ഹദീസുകളാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ബഹുമാനായ ടി.പി. അബ്ദുൽ കോയമ്പത്തിൽ ചോദിച്ചു, ആരാണ് ഇവിടെ ഹദീസ് നിഷേധിച്ചത്? അതെന്തിനാ ഈ സ്റ്റേജിൽ പറഞ്ഞത്? എന്തിനാ അദ്ദേഹത്തിന് ഇത്ര ബേജാറ്? മുസ്ലിം സലഫിന് ഉദാഹരണം പറഞ്ഞ സന്ദർഭത്തിൽ ഇടത് കൈകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമീപനം സഹോദരന്മാരെ പാടില്ല, വലത് കൈ കുടിക്കാനും കഴിക്കാനും ഉപയോഗിക്കണം. ആ ഉദാഹരണം കൂടി മുസ്ലിം സലഫി എടുത്തു പറഞ്ഞു. അതിനെപ്പോലെ ടി.പി. എതിർത്ത് സംസാരിച്ചു, ആരാണ് ഇവിടെ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ? എന്തിനാ ഇയാൾ ദേഷ്യപ്പെടുന്നത്? ഇയാളോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന്. ഈ ഒരു പ്രസംഗം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുസ്ലിം സലഫി ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും നമ്മുടെ മുമ്പുണ്ടായ ക്യാമ്പയിന് സമാപന സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ചപ്പോൾ ഇതേ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ഹദീസ് വരാറുണ്ട്. കാരണം ഇന്ന് കേരളത്തിനകത്ത് ഹദീസ് നിഷേധത്തിന്റെ പല നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറക്കാൻ കഴിയില്ല. അത് ഹദീസ് പഠിക്കുന്ന അതിനോട് സ്നേഹമുള്ള പണ്ഡിതന്മാർക്ക് നിശബ്ദ പാലിക്കാനും കഴിയില്ല. അതുകൊണ്ട് അവർ കിട്ടുന്ന വേദിയിലൊക്കെ അത് പറയും. അതാ നമ്മൾ ഈ സമ്മേളനത്തിൽ ചെയ്തത്. അതിന് ടി.പി. ചൂടായി. എന്തിന്? ആരാ ഹദീസ് നിഷേധികൾ? എവിടെയാ ഹദീസ് നിഷേധികൾ ചോദിച്ചത്? പിന്നെ തോട്ടിലെറിയാൻ പറഞ്ഞതോ, കളിയാക്കിയതോ, പരിഹസിച്ചതോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനാ എല്ലാ ഹദീസും പറയുന്നത്? എല്ലാ ഹദീസും പഠിപ്പിക്കണമെന്ന് എന്ത് നിർബന്ധമാണുള്ളത്? ദുബായിൽ നിന്ന് ചോദിച്ച ചോദ്യ. എന്തിനാ എല്ലാ ഹദീസും പഠിപ്പിക്കുന്നത്? സാധാരണക്കാർ ചോദിച്ചു. വെറുതെ വന്നതല്ല, മേലാളന്മാരിൽ നേതാക്കന്മാരിൽ കിട്ടുന്ന ചോദ്യങ്ങളാണ്. അത് സാധാരണക്കാരൻ ആവർത്തിച്ചെന്ന് മാത്രം. അപ്പൊ സഹോദരന്മാരെ, അന്ധവിശ്വാസം എന്ന പേരിൽ അല്ലെങ്കിൽ ആ നിലക്കുള്ള പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസിന് ആരെങ്കിലും മാറ്റിവെച്ചാൽ അവന്റെ ഹുക്കുമ് ആലോചിക്കേണ്ടതാണ്. കാരണം ദീന് എന്റെയല്ല, എന്റെ പിതാവിന്റേതല്ല, നിങ്ങളുടെയല്ല, നിങ്ങളുടെ വാപ്പമാരുടെയല്ല, അള്ളാഹുവിന്റെ ദീന. ആ ദീന് പഠിപ്പിക്കാൻ അള്ളാഹ് റസൂലിനെ നിയോഗിച്ചു. ആ റസൂൽ വഹയിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അതിൽ ഒന്നിനെ മാറ്റിവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ആരോടാണ് ഈ ധിക്കാരം? അള്ളാഹുവോടല്ലേ? അള്ളാഹും റസൂലും മുൻകടന്നു പോണ്ട, നിൽക്കേണ്ടവർക്ക് നിൽക്കുക. പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർന്നു പോകരുത്. ഒരു വിഷയം പറയുമ്പോ റസൂൽ ഇപ്പൊ അങ്ങനെ പറയോ? ഒരാൾ ചോദിച്ച ചോദ്യ, റസൂൽ അങ്ങനെ പറയുമോ? അത് ചോദിക്കാൻ പാടില്ല.
പറഞ്ഞു വരുന്നത് പല കാരണങ്ങളുടെ പേരിലും ഹദീസ് നിഷേധിച്ച ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ ഈ വിഷയം കണക്കിലെടുക്കണം. എന്നിട്ട് യൂണിറ്റ് അടിസ്ഥാനങ്ങളിൽ നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹദീസുകളെ കൃത്യമായി പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. എങ്കിലേ നമ്മുടെ ആദർശത്തെ കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ചേകനൂരിന്റെ അഴിഞ്ഞാട്ടം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ ചേകനൂർ എന്ന് പഠിപ്പിച്ച ചില ആദർശങ്ങളും വസ്തുതകളുമുണ്ട്. ആ ചേകനൂരിനെ സംബന്ധിച്ച് നമ്മുടെ കേരളക്കരയിലെ സഹോദരന്മാർ ഒരു കാര്യം ഇവിടെ ഉണർത്താൻ പറഞ്ഞതാണ്. നമ്മുടെ ഈ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സാമ്പത്തികമായ ചെലവുകളുണ്ട്. നമുക്ക് വേറെ ഇവിടുന്ന് പണം വരാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ കഴിയുന്ന സഹകരണങ്ങൾ നിങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് നൽകണം എന്ന് അറിയിക്കുകയാണ്. ചേകനൂരിനെ സംബന്ധിച്ച് ഒരു പുസ്തകം, ആ പുസ്തകം എഴുതിയത് പടവൂരികളാണ്. നമ്മുടെ സംഘടനയിൽ 2002 പിരിഞ്ഞു പോകുമ്പോൾ ആ പാവങ്ങളെ എന്താ ചെയ്തത് എന്ന് നമ്മൾ പല ആളുകളും നമ്മൾ ചോദിക്കുകയും അവരുടെ ഒപ്പം പോവുകയും ചെയ്തു. പിന്നീട് കാര്യങ്ങൾ അറിഞ്ഞു, മനസ്സിലാക്കി, നിജസ്ഥിതി അവർ അറിഞ്ഞപ്പോൾ തിരിച്ചു പല ആളുകളും ഇങ്ങോട്ട് പോകുന്നു. ഇന്നും ആ ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. പല ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികം എന്നുള്ള പല പേരുകളും പല ആളുകളും നിലനിൽക്കുന്നുണ്ട്. സത്യങ്ങൾ മനസ്സിലാക്കുക, പ്രമാണം എവിടെയാണോ അവിടെ നിൽക്കുക. ആളെ നോക്കിക്കൊണ്ടോ സംഘബലം നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അധികാരങ്ങളോ മറ്റു കാര്യങ്ങൾ നോക്കിക്കൊണ്ടോ അല്ല നമ്മൾ ദീനിന്റെ മാനദണ്ഡം സ്വീകരിക്കേണ്ടത്. പറഞ്ഞു വന്നത്, ഈ മടവൂരികളെ പിരിഞ്ഞു പോയ ശേഷം ഇവിടെ ചേകനൂരിനെ സംബന്ധിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ആ മനുഷ്യനെ വലിയ നവോത്ഥാന നായകനായി വിശദീകരിക്കുന്നുണ്ട്, പരിഷ്കർത്താവായി വിശദീകരിക്കുന്നുണ്ട്. അതിന് എന്ത് ആവശ്യമായിരുന്നു മടവൂരികൾക്കുണ്ടായിരുന്നത് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഹദീസ് നിഷേധത്തിന്റെ നയം പഠിപ്പിച്ച ആളുകളെയും ഇവിടെ പ്രചരിപ്പിക്കുക, എന്നിട്ട് ആ ഹദീസ് നിഷേധം അല്പാൽപമായി കൊണ്ടുവരിക. ആ ചേകനൂരിനെ സംബന്ധിച്ചും അവർ എഴുതിയ ഒരു ഉദ്ധരണി കേൾക്കുക. നവോത്ഥാന ചരിത്രത്തിന്റെ 3-ാം ഘട്ടം പിന്നിട്ട ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ സജീവമായ രംഗപ്രവേശം. 1967 വരെ അദ്ദേഹം ഉൾപ്രതിഷ്ഠ വിഭാഗങ്ങളുമായി സഹകരിച്ചു. അതിനുശേഷമാണ് ഹദീസ് നിഷേധം അടക്കമുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതൊരു പ്രശ്നമല്ല, ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണ്. ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ശരി, എന്തായിരുന്നു അന്ന് ചേകനൂർ പറഞ്ഞ കാര്യം അതുകൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ചേകനൂരിന്റെ ഒരു വാക്ക് ശ്രദ്ധിക്കുക. ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ടോ മതവിധികൾ വിവരിച്ചുകൊണ്ടോ ഉള്ള ഒറ്റ ഹദീസും നബി എഴുതുകയോ സ്വഹാബികൾ എഴുതി വെക്കുകയോ ചെയ്തിട്ടുണ്ടെന്നതിന് യാതൊരു തെളിവും ഒറ്റ അഹ്ലുൽ ഹദീസുകാരനും കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് വെല്ലുവിളിച്ച ചേകനൂരാണ് വലിയ പരിഷ്കർത്താവായും വലിയ നവോത്ഥാന നായകനായി മടവൂരികൾ കൊണ്ടു നടത്തുന്നത്. ഇനിയോ ചേകനൂരിന്റെ ഒരു വാക്ക് കൂടി കേട്ടോളൂ. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ വിരചിതമായ ഹദീസ് പുരാണങ്ങളൊന്നും ഇസ്ലാമിൽ പ്രമാണമല്ല എന്ന് പറഞ്ഞ ചേകനൂരിനെയാണ് മടവൂരികൾ എന്ന് വലിയ പരിഷ്കർത്താവായി നവോത്ഥാന നായകനായി കൊണ്ടു നടത്തുന്നത്. ആ ചേകനൂര്, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് നിങ്ങൾ പറഞ്ഞ ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ചേകനൂര് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പ്രകാരം ഇസ്ലാമിൽ വലിയ പ്രാധാന്യത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് ഹദീസുകൾ വന്ന വിഷയമാണ് ഇപ്പൊ താടി വളർത്തൽ, അതുപോലെ നെരിയാണിക്ക് മുതൽ തുണിയെടുക്കൽ. അതൊക്കെ വളരെ കർശനമായ നിലയ്ക്ക് നിരോധിച്ച കാര്യമാണ്. താഴത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ശരാശത്തിന് 3 വിഭാഗം ആളുകൾ 3 വിഭാഗം ആളുകളെ അത് ശക്തമായി ശിക്ഷിക്കും, അല്ല അവരെ ശുദ്ധീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ ഹദീസിൽ അൽ മുസ്ബിൽ എന്ന് നെരിയാണിക്ക് താഴെ തുണിയെടുക്കുന്നയാളാണ്. ഇങ്ങനെ സ്വഹീഹായ ഒരുപാട് ഹദീസുകളിലും അതിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയും ഇത്രയും കാലം ഈ ആദർശം ജനങ്ങൾ പഠിപ്പിച്ചു. ശരി, ഇനി അതിനെക്കുറിച്ച് ചേകനൂർ മൗലവി എന്താ പറയുന്നത് അതൊന്ന് കേട്ടോളൂ. ചുരുക്കത്തിൽ ജൂത മുനാഫിഖായ അബൂ ഹുറൈറയുടെ ലക്ഷ്യം മുസ്ലിങ്ങൾ മുഴുവൻ താടി നീട്ടി മൊട്ടയടിച്ച് കണങ്കാൽ മദ്യം വരെയുള്ള മുറിമുണ്ടൊടുത്ത് ആദിവാസികളെ പോലെ നടക്കണമെന്നാണ്. ഇതാരുടെ ഉദ്ധരണിയാ? ചേകനൂരിന്റെ ഉദ്ധരണിയാ. ഇത് മാത്രമല്ല, ആ ചേകനൂര് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, മുസ്ലിം സമുദായത്തെ മുഴുവനും താടിത്തന്തമാരും ഹജ്ജിന് ചെല്ലുന്നവരെയെല്ലാം മൊട്ടത്തലയന്മാരുമാക്കണമെന്ന നിർബന്ധമുള്ള മുസ്ലിം വിരോധിയാണ് ജൂത മുനാഫിഖായ അബൂ ഹുറൈറ. താടി നീട്ടാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന തന്റെ മുത്തഫഖുൻ അലൈഹിയായ കള്ള ഹദീസിലൂടെയാണ് മുസ്ലിംകളെ മുഴുവൻ താടി വേഷക്കാരാക്കിയത്. താടിയോടുള്ള ദേഷ്യം, പ്രവാചകന്റെ സുന്നത്തിനോടുള്ള ദേഷ്യം ആർക്കാ? ചേകനൂരിന്. ആ ചേകനൂരിന്റെ അനന്തരമേറ്റെടുത്ത അബ്ദുസ്സലാം സുല്ലമി അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന മടവൂരികള് കൃത്യമായി പ്രചരിപ്പിച്ചു. എത്രത്തോളം ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തു,
ന്യായീകരിച്ചു. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹ് ഭംഗിയുള്ളവനാ, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതോടെ എല്ലാവരും താടി വെടിച്ചു കൊള്ളുക. മരം നട്ടാൽ പ്രതിഫലമുണ്ടെന്ന് ഹദീസിലുണ്ട്, താടി നീട്ടിയാൽ പ്രതിഫലമുണ്ടെന്ന് ഹദീസിലുണ്ടോ? നായ്ക്ക് വെള്ളം കൊടുത്താൽ പ്രതിഫലമുണ്ടെന്ന് ഹദീസിലുണ്ട്, താടി നീട്ടിയാൽ പ്രതിഫലമുണ്ടെന്ന് ഹദീസിലുണ്ടോ? ചോദ്യമാണ് സലാസുല്ലമിയുടെ. എന്ന് പറഞ്ഞാൽ ചേകന വർഷത്തിലേക്കുള്ള ഹദീസ് നിഷേധത്തിലേക്കുള്ള കാൽവെപ്പാകുന്നു. അത് കാൽവെപ്പല്ല, മുഴുവൻ വെച്ച് കഴിഞ്ഞു. ഖബർ ശിക്ഷയെ നിഷേധിച്ചു. അഖീദയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് അബ്ദുസ്സലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിറകെ നമ്മുടെ സംഘടനയിലെ ചില ആളുകളും, താടി ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ കാര്യം ബോധ്യമായി കാണും. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിലുണ്ടാകുമ്പോൾ ആരാണ് ഹദീസ് നിഷേധിയുടെ എന്നൊരു പ്രസിഡന്റ് ചോദിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം ഹദീസ് നിഷേധം എന്താണ് എന്ന് ആ സഹോദരന് പണ്ഡിതന്, ആ നേതാവിന് മനസ്സിലായിട്ടില്ല എന്നല്ലേ? അല്ലെങ്കിൽ ഇതൊന്നും ഹദീസ് നിഷേധം അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നല്ലേ? സഹോദരന്മാരെ, ആലോചിക്കുക, ചിന്തിക്കുക. ആര്, എന്ത്, എങ്ങനെ, അതൊന്നും നമുക്ക് വിഷയമല്ല. ഇത്രയും കാലം എന്തായിരുന്നു, ഇന്നലെ എന്തായിരുന്നു, മിനിഞ്ഞാൻ എന്തായിരുന്നു, അതൊന്നും അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ചയിലേക്ക് നമ്മുടെ ചില നേതാക്കന്മാരും നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, വേർതിരിച്ചറിയണം. അതിനുള്ള മാർഗം നമ്മൾ പ്രമാണങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിചിന്തനം എന്ന് പറയുന്ന വാരിക. അതിനാരും എതിർക്കാനോ വെറുക്കാനൊന്നും പാടില്ല, നമ്മുടെ വാരികയാണ്. പക്ഷെ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന പല ലേഖനങ്ങളും ഹദീസ് നിഷേധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പല കാര്യങ്ങളും ആ നിലയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനേറെ ഈ അടുത്തു വന്ന ചില വിചിന്തനങ്ങളിൽ റുഖിയ ശറഅയുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന പരാമർശങ്ങളെ കളിയാക്കിക്കൊണ്ട് ഖുർആൻ തെറാപ്പി, ഹദീസ് തെറാപ്പി എന്ന് പറഞ്ഞ് ലേഖനം എഴുതി പരിഹസിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ബഹുമാന്യനായ ഡോക്ടർ സുൽഫിക്കർ അലി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്ന വിചിന്തനത്തിലാണ് തുപ്പൽ ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയത്. അങ്ങനെ ഈ നിലയ്ക്ക് ഹദീസിൽ വന്ന പരാമർശങ്ങളെ കളിയാക്കുകയും ഹദീസിന്റെ അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. റുഖിയ ശറഅയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച വന്നപ്പോൾ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തും അതിന്റെ ഇടക്കും പറഞ്ഞു, നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അതിനപ്പുറം ഉള്ള ചർച്ചകളും നമ്മൾ വേണ്ടതില്ല, അങ്ങോട്ട് ചിന്തിക്കേണ്ടതില്ല. അതിനർത്ഥം എന്താ? ആ ഹദീസ് കൊണ്ട് കൊണ്ടുവരണ്ട എന്നല്ലേ? എന്താണ് ഈ ഹദീസ് വിഷയം എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കുക. ഉള്ളതുപോലെ പഠിക്കണം, ഉള്ളതുപോലെ വിശദീകരിക്കണം, ജനങ്ങൾക്ക് സത്യമസത്യം വേർതിരിച്ചു കാണിച്ചു കൊടുക്കണം എന്നല്ലാതെ തങ്ങൾക്ക് ഇഷ്ടമില്ല, തങ്ങൾ അതിനോട് അനുകൂലിക്കുന്നില്ല എന്ന കാരണത്തിന്റെ പേരിൽ അത് പറയരുത്, ഇത് പറയരുത്, ഇത് വിശദീകരിക്കരുത്, അത് പഠിക്കരുത്, അത് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാലൊന്നും ജനങ്ങളെ പിടിച്ചാൽ കിട്ടുന്ന കാലമല്ല ഇത്. ജനങ്ങൾ ഇന്റർനെറ്റുകളിലൂടെ ഇപ്പോ ഇംഗ്ലീഷിൽ പോലും സലഫി മൻഹജ് വിശദീകരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ സഹോദരന്മാരും സ്വയം വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സമ്മാനത്തിന്റെ സമാപനത്തിൽ കയറി എന്തെങ്കിലും പറഞ്ഞോണ്ടൊന്നും ജനങ്ങളെ പിടിച്ചാൽ കിട്ടൂല. ഇതൊക്കെ നിങ്ങളുടെ കുഴപ്പ. കാരണം എന്താ അറിയോ? ഒരു കാലഘട്ടത്തിലും ഒരു സർക്കുലർ അയച്ചാൽ, ഒരു സർക്കുലർ മുജാഹിദ് സെന്ററിൽ നിന്നും വന്നാൽ കേരളത്തിലെ മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വക്താക്കളെയും ഒരു വസ്തുതയിൽ നിർത്താൻ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സർക്കുലറിനെ ബഹുമാനിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് കാരണം അങ്ങനത്തെ നേതാക്കന്മാരാ ഉണ്ടായിരുന്നത്. ദീനിനോടും പ്രമാണത്തോടും മൻഹജിനോടും സലഫിയത്തിനോടും ഒക്കെ താല്പര്യമുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ സർക്കുലറിനും വിലയുണ്ടായിരുന്നു. ഇന്ന് തനിക്ക് ഇഷ്ടമുള്ളത് എഴുതുക, ഒപ്പിട്ട് അയച്ചതോ ചിലപ്പോൾ ജനറൽ സെക്രട്ടറി പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുക, ഇന്ന ആൾക്ക് ഏതൊരു സർക്കുലർ വന്നു, എപ്പോഴേ വന്ന് സെക്രട്ടറി ഇങ്ങോട്ട് ചോദിക്കുന്ന അവസ്ഥ. അപ്പോ ഇതൊക്കെ ചില അപകടകരമായ കാര്യങ്ങളിലേക്ക്, മേഖലകളിലേക്ക് നമ്മുടെ ഈ പ്രസ്ഥാനത്ത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. ഈ ഹദീസ് നിഷേധങ്ങളും ഈ ഹദീസിനോടുള്ള അവഗണനയും ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കണം. ഒരു ബുക്കിറക്കി ജമിഅത്തുൽ ഉലമ റുഖിയ ശറഅ എന്ന് പറഞ്ഞിട്ട് അതിൽ ചില അബദ്ധങ്ങൾ ചൂണ്ടി കാണിച്ചു കൊടുത്തു. ആ ബുക്ക് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനത്തിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചു. ഞാൻ രണ്ടും വായിച്ചു നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നിന്റെ വില 40, മറ്റേന്റെ വില 50. 40 പുതിയ ഇറങ്ങിയത് 50. ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെന്താ ഉള്ളത്? പുഴക്കരയിലെ ജിന്ന് അതുകൂടി കൂട്ടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 പേജ് കൂടിയല്ലോ. അതിനായിരിക്കാം 10 രൂപ കൂട്ടിയത്. വേറെ പ്രാമാണികമായി ഹദീസിൽ നമ്മൾ സൂചിപ്പിച്ച അബദ്ധങ്ങളും പോരായ്മകളും അതൊന്നും തിരുത്താതെ വീണ്ടും അതേപോലെ ബുക്കിറക്കുകയും 10 രൂപ കൂട്ടിയിറക്കുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം തിരുത്തിയിട്ടുണ്ട്. അവന്റെ മിത്രങ്ങൾ എന്നുള്ളത് പിശാചുക്കൾ എന്നുള്ള ഒരു അബദ്ധമല്ല, മനഃപൂർവ്വം അബ്ദുറഹ്മാൻ സലഫി വിശദീകരിച്ചല്ലോ, ദുർവ്യാഖ്യാനം നടത്തിയല്ലോ. അതേ ദുർവ്യാഖ്യാനം അനസ് മുസ്ലിയാർ നടത്തിയിട്ടുണ്ട്, അതേ ദുർവ്യാഖ്യാനം മായിദ് സുലൈമാൻ നടത്തിയിട്ടുണ്ട്. അത് അബദ്ധമാണെന്നല്ല, മനഃപൂർവ്വം അവർ ഒരു
മുഷാവറ കൂടി, മുഷാവറയല്ല മുആമറത്ത് കൂടി, ഗൂഢാലോചന, അതിന്റെ ഫലമായി ഉണ്ടായ ഒരു തീരുമാനമാണ്. അങ്ങനെ അർത്ഥം പറയാമെന്ന് അത് ജമിയത്തിന്റെ ബുക്കിൽ വന്നു. തിരുത്താൻ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലും ഇപ്പോൾ അത് തിരുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ബാക്കി ഒരു തിരുത്തലും അത് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും ആ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തുതയെയോ ഏതെങ്കിലും ഒരു വിഷയത്തെയോ മാറ്റിവെക്കുന്ന, ഒഴിവാക്കുന്ന, ചർച്ചയിൽ നിന്ന് മാറ്റിവെക്കുന്ന സാഹചര്യം വന്നാൽ അതിന്റെ അർത്ഥം ആ ഹദീസിനെ ഇവിടെ കൊണ്ടുവരണ്ട, അല്ലെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് ഇന്ന ഹദീസിനെ ഞാൻ നിഷേധിച്ചു എന്ന് എഴുതി ഒപ്പിട്ടാലേ ഹദീസ് നിഷേധിയാവുകയുള്ളൂ എന്നൊന്നും അർത്ഥമില്ല. അപ്പൊ ഈ നിലക്കുള്ള ഹദീസ് നിഷേധം ജനങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കാൻ വേണ്ടി അവസാനമായി രക്ഷയില്ലാതെയായപ്പോ കൊണ്ടുവന്ന അവസാനത്തെ പിടിവള്ളിയായിരുന്നു ഇതാ അവസാനിപ്പിക്കാണ് ജനങ്ങളൊക്കെ ഇതാ മുജാഹിദുകളൊക്കെ പാടെ ശിർക്കിലേക്ക് പോകുന്നു എന്നുള്ള ആരോപണമായിട്ട് വന്നത്. ആരും ശിർക്കിലേക്ക് പോയിട്ടില്ല. നമ്മൾ ആരും ശിർക്ക് ചെയ്യാൻ പറയുന്നുമില്ല. തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും നമ്മുടെ ഇബാദത്തുകളും എല്ലാം അല്ലാഹുവോട് മാത്രമായിരിക്കണം. കരയിലാണെങ്കിലും കടലിലാണെങ്കിലും പുഴയിലാണെങ്കിലും പിന്നെ പുഴക്ക് പുറത്താണെങ്കിലും ഗുഹക്കകത്താണെങ്കിലും എവിടെയാണെങ്കിലും അല്ലാഹുവേ എന്നുള്ള വിളിയല്ലാതെ ഒരു മുജാഹിദിന്റെ നാവിലൂടെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇത് ഉണ്ടാകാൻ പോകുന്നുമില്ല. നമ്മൾ ആരും ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നവരല്ല. പക്ഷെ ചില ആളുകൾക്കും തങ്ങളുടെ താല്പര്യങ്ങൾ നിലനിർത്തി പോകണമെങ്കിലും ജനങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ ഈ ഹദീസ് നിഷേധം അത് അവർ ഒളിഞ്ഞിരിക്കണമെങ്കിലും ഇങ്ങനെ ഒരു ആരോപണം മുജാഹിദിനെതിരെ എടുത്തിട്ടാൽ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് ആ ആരോപണമായി നടക്കുന്നത്. സഹോദരന്മാരെ, ഒരു കാര്യം ആത്മാർത്ഥമായി നിങ്ങൾക്ക് ചിന്തിക്കുക. 2012 വരെ നമ്മൾ ശിർക്കിലായിരുന്നു എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ആണോ? 2012 വരെ നമ്മൾ ശിർക്കിലായിരുന്നു എന്നാണ് വിശ്വസിക്കേണ്ടത്? അങ്ങനെയല്ലേ അർത്ഥം വരുന്നത്? ഇപ്പൊ മാറ്റി പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതല്ലേ? 2012 വരെ തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാകാതെയായിരുന്നോ നമ്മൾ ദഅവത്ത് നടത്തിയിരുന്നത്? നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ശിർക്കിലായിരുന്നു എന്നാണോ നമ്മൾ ഈ പുതിയ അവകാശവാദത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് നമ്മൾ ആഘോഷിച്ചു. ഒരു നൂറ്റാണ്ട് തികഞ്ഞിട്ടില്ല എന്നാണ് എനിക്കും മനസ്സിലായത്. കാരണം ഇപ്പോഴാണ് തൗഹീദ് മനസ്സിലായത്. ഇത്തരം അപകടകരമായ ഒരു കാര്യം കൂടി അതിനെപ്പോഴും മറഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, ബഹുമാന്യനായ അനസ് മുസ്ലിയാർ അന്നും അദ്ദേഹം KNMന്റെ പ്രാസംഗികനാ, ഇന്നും അദ്ദേഹം KNMന്റെ പ്രാസംഗികനാ. അന്നൊരു കാര്യം പറഞ്ഞു, ഇന്ന് വേറെ പറയുന്നു. ഏതാ ശരി? അദ്ദേഹം പറഞ്ഞതൊന്നും ഇതുവരെ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് ഒരു തിരുത്ത് വിശദത്തിൽ വന്നിട്ടുണ്ടോ? അൽമനാറിൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സീഡികളെല്ലാം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അന്ന് അദ്ദേഹത്തിന് തോന്നിയത് അന്ന് പറഞ്ഞു, ഇന്ന് തോന്നി എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഇയ്യാക നഅ്ബുദു അങ്ങ് ആയത്ത് പഠിപ്പിച്ചത് ജംഅത്തുൽ ഉലമ. അപ്പൊ ഇയ്യാക നഅ്ബുദു ആദ്യം കണ്ടിട്ടില്ല, അതിനുമുമ്പ് ഇയ്യാക നഅ്ബുദു ആയത്ത് അറിയില്ല, ഇന്തദൂഹുമെന്ന ആയത്ത് മുമ്പ് കണ്ടിട്ടില്ല. ചോദിക്കേണ്ടി വരികയാണ് സഹോദരന്മാരെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദർശ പ്രസ്ഥാനത്തിൽ ഈ കേരളക്കരയിൽ ഒരുപാട് ശിർക്കും ബിദ്അത്തുകളും ഇങ്ങനെ ശക്തമായി വർദ്ധിച്ചു വരുമ്പോ അതിനെതിരെ ഒന്നിച്ച് ആ ശിർക്കൻ ആചാരങ്ങൾക്കെതിരെ പോരാടേണ്ടുന്ന നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അപവാദം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ അതിലൂടെ വിജയിക്കുന്ന പിശാചാണ്. നമ്മളെ ദഅവത്തിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞു വെക്കാൻ പിശാച് കണ്ടുപിടിച്ച ഒരു മാർഗമാണ്. അതുകൊണ്ട് എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഈ ആരോപണത്തെ മാറ്റിവെക്കുക. പറയുന്നവർ പറയട്ടെ, അവർ വിശദീകരണം എന്തോ ആകട്ടെ, നമ്മൾ തൗഹീദി പ്രബോധനവുമായി മുന്നോട്ട് നീങ്ങുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വിചിന്തനത്തിന്റെ കാര്യം. ഞാൻ അവസാനിപ്പിക്കാം, സമയം കഴിഞ്ഞിട്ടുണ്ട്. വിചിന്തനത്തിന്റെ കാര്യം, ആ വിചിന്തനത്തിൽ ബഹുമാനനായ EK മന്നൂർ സാഹിബ് സങ്കല്പിച്ച്, ഇപ്പൊ എല്ലാവരും സങ്കല്പ ലോകത്താ. സമസ്തയിലൊരു മുസ്ലിയാരുണ്ട്, സ്വപ്നജീവി അദ്ദേഹത്തിന്, അവരെന്നെ പറയാറുള്ളത്. ഇപ്പൊ ഉറങ്ങിയ സ്വപ്നം കാണും. ഇപ്പൊ നമ്മളെല്ലാവരും സങ്കല്പിച്ച് കിടക്കുക. മലക്ക് മുകളിൽ എത്തിയും സങ്കല്പിച്ചാൽ, അവിടെ ജിന്നും സങ്കല്പിച്ചാൽ, ഇപ്പൊ വലിയ വലിയ ബുദ്ധിയുള്ള ആളുകൾ ഇപ്പൊ വലിയ വലിയ വിഷ്ണു സങ്കല്പവും അവതാരവുമായിട്ടും വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് ശരിയാണെന്ന് പഠിച്ച് വ്യക്തിവൈരാഗ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പ്രമാണത്തോടൊപ്പം നിൽക്കുവാനുള്ള ഈമാനും തൗഫീഖും മനക്കരുത്തും അല്ലാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതും EK മന്നൂർ സാഹിബ് വിചിന്തനത്തിൽ ലേഖനം എഴുതി അദ്ദേഹം അവസാനം പറഞ്ഞ്, ഒരു സൃഷ്ടി ആ സൃഷ്ടിയോട് ചോദിച്ചാൽ ശിർക്കും അല്ല പ്രാർത്ഥനയും അല്ല എങ്കിൽ അതിന്റെ അർത്ഥം ചോദിക്കാമെന്ന് തന്നെയല്ലേ എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് വിഷയത്തേക്ക് മാറ്റിമറിച്ചുകൊണ്ട് ശരിക്കും നമ്മളൊരു ശിർക്കിന്റെ പ്രചാരകനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അവസാനം അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താ ഉദാഹരണം? അല്ലാഹു തആല മലക്കുകൾക്ക് അടിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ, എതിരിപൂര ഉജുവഹും അതുബാറഹും. അപ്പൊ മലക്കുൽ മൗത്ത് വരുമ്പോ അടിക്കല്ലേ എന്ന് സുന്നി ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും എന്നാണ് EK മന്നൂരിന്റെ ചോദ്യം. അദ്ദേഹം ചോദിച്ച ചോദ്യം അതാണ്.
അത് രാം ഏക് ഹേ റഹ്മാൻ ഏക് ഹേ എന്ന് പറഞ്ഞു നടന്ന ചിലപ്പോൾ പറഞ്ഞോണമെന്നില്ല. അല്ലാഹു തആല മലക്കുകളെ നിയോഗിച്ചത് അമറും അല്ല കൽപ്പിച്ചത് അവർ ചെയ്യുള്ളൂ. പിന്നെ അടിക്കാതിരിക്കാനുള്ള കഴിവ് കൊടുത്തു എന്നല്ല, അപ്പോഴല്ലേ അടിക്കലെന്ന് പറയാ. അടിക്കാനുള്ള കഴിവ് കൊടുത്ത അടിക്കൽ. അപ്പൊ അടിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച് കൽപ്പിച്ച് മലക്കിനെ വിട്ടാൽ ആ മലക്കിനോട് അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ ശിർക്ക് തന്നെയാണ്. അത് പറയാൻ പറ്റുന്ന പ്രയാസം. നമ്മൾ എന്ത് മറുപടി പറയും എന്ന് ആലോചിച്ച് വിഷമിക്കുന്നു വേണ്ട. ശിർക്കാന്ന് മറുപടി പറയണം. അത് ശിർക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കത് വേറെ പഠിക്കാം. അപ്പൊ മലക്കിന് അടിക്കാതിരിക്കാനുള്ള കഴിവല്ല അല്ല കൊടുത്ത്, അവിടെ അടിക്കാനുള്ള കൽപ്പനയാണ് കൊടുത്ത്. അത് ചെയ്തേ പറ്റൂ. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ യായബാധയിലും മലക്കില്ലേന്നാ. ആ മലക്കെന്താ? അത് അവിടെ അള്ളാഹു പ്രത്യേകമായി ആ അവസ്ഥയിൽ സംവിധാനിച്ചതാ. അത് അള്ളാഹു ഏർപ്പാടാക്കിയതാ. ആ ഹദീസ് സ്വഹീഹല്ല ആണെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യാനും പാടില്ല. അഥവാ സഹിയാണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അത്രയേ ഉള്ളൂ. ആ സ്ഥലത്ത് ആ നിലക്ക് അങ്ങനെ പ്രത്യേകമായി അവിടെ അള്ള സംവിധാനിച്ചതാ. മറ്റുള്ള മലക്കുകളിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവിടെ അള്ള ഏൽപ്പിച്ച ജോലി അവർ ചെയ്യുള്ളൂ. അത് പറഞ്ഞു വന്നത് നമ്മൾ ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് അവർക്കും അറിയാം, ശിർക്ക് ചെയ്യുന്നില്ല എന്ന് അവർക്കും അറിയാം. പക്ഷെ ഈ സംഘടനയെ പിടിച്ചെടുക്കണം, തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം. പല ആളുകളുടെയും വാളുകൾ അമ്മിക്ക് ചുവട്ടിലുണ്ട്, അമ്മി ഊരിൽ നിന്ന് പേടിച്ച് നടക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാതെയാകുവാൻ ചില ആളുകളിൽ ശിർക്കാരോപണം നടത്തണം. ലോകത്ത് ഒരു സലഫി പണ്ഡിതന്മാരും പറയാത്ത അഭിപ്രായങ്ങളുമായി നടക്കുന്ന ആളുകൾ ഇപ്പൊ ലോകത്തുണ്ട്. അതിനെ കളിയാക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. വാറോലകള്, അറബി കിതാബുകള്, വല്ലമാരുടെ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, നമ്മൾ മുൻഗാമികൾ പറഞ്ഞാർത്ത് നിൽക്കാം. ആ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കല്ല. പക്ഷേ അതിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആരാ? CD ടവറിൽ ഷെയർ കൂടിയ ആളുകൾ. കാരണം അവർക്ക് കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞേ പറ്റും. ചിലപ്പിനെ ഒഴിവാക്കിയാൽ പണ്ട് വർത്തമാനത്തിലേക്ക് കാശ് കൊടുത്ത പോലെയാകും. തിരൂർ പോലുള്ള പല ടൗണുകളിലും KNM പേരിൽ സ്ഥലങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഷെയർ കൊടുത്ത ആളുകളുണ്ട്, പണം കൊടുത്ത ആളുകളുണ്ട്. അവർക്ക് പണവും മറ്റും തിരിച്ചു കിട്ടണമെങ്കിൽ ഇത് ശിർക്കുണ്ടെന്ന് പറഞ്ഞേ പറ്റൂ. അങ്ങനെ ചില ആളുകൾ ശിർക്കുണ്ടെന്ന് പറഞ്ഞു എന്നുള്ളതല്ലാതെ മുൻഗാമികളായ സലഫി പണ്ഡിതന്മാരും അതിനാരും ശിർക്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഈ നമ്മളത് പ്രചരിപ്പിച്ച് നടക്കുന്നുമില്ല. ശിർക്കിന്റെ ആചാരന്മാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ സലഫി പണ്ഡിതന്മാരും കേരളക്കരയിലെ പണ്ഡിതന്മാരും ആ ഹദീസ് ഉദ്ധരിച്ചു എന്ന് മാത്രം. അതല്ലാതെ ഇങ്ങനൊരു ഹദീസ് ഉണ്ട്, അതിൽ ശിർക്കില്ല, അതുകൊണ്ട് ചോദിച്ചോളിയും എന്ന നിലക്ക് നമ്മൾ ആരും പ്രചരിപ്പിച്ചിട്ടില്ല. അവസാനിപ്പിക്കുകയാണ്, എല്ലാ തെറ്റിദ്ധാരണകളും നമ്മൾ സ്വയം തിരുത്താനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എന്താണ് വിഷയമെന്ന് അതിന്റെ ശരിയായ കാര്യം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും എന്നൊരു ഹക്കിന്റെ കൂടെ ഉറച്ചു നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. പ്രമാണത്തെക്കാൾ, മനഹജിനേക്കാൾ, അഖീദയേക്കാൾ വലുതായിക്കൊണ്ട് നമ്മൾ മറ്റൊന്നിനെയും കാണേണ്ടതില്ല. അല്ലാഹു തആല സത്യം മനസ്സിലാക്കിയും അത് ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിന്റെ വക്താക്കളായി ജീവിച്ച് മരിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കില് മറ്റ് സംസാരത്തിൽ വല്ല പിഴവുകളോ ഇഷ്ടമില്ലാത്ത വല്ല പദപ്രയോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. السلام عليكم.